ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ എന്ന് പറഞ്ഞ കേസ് എന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻ ഓഫ് ലെംബോറ സ്വെല്ലിംഗ്. ഞാൻ രണ്ട് പാർട്ടായിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പാർട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ലംബും സ്വെല്ലിംഗ് തമ്മിലെ വ്യത്യാസം ദാസ് എന്നുള്ള ബുക്കിൽ എഴുതിയിരിക്കുന്ന അനുസരിച്ച് ലംബ് ഈസ് എ ലോക്കലൈസ്ഡ് അബ്നോർമൽ മാസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള ഏതെങ്കിലും ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള അബ്നോർമൽ മാസ് നമ്മൾ ലംബ് എന്ന് വിളിക്കും. ദാറ്റ് ഈസ് എയ്തർ വിസിബിൾ, പാൽപ്പബിൾ ഓർ ബോത്ത്. ബട്ട് സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ട് ഓഫ് ദ ബോഡിയുടെ അബ്നോർമൽ എൻലാർജ്മെന്റ് എന്നാണ് അവർ ഡെഫിനേഷൻ കൊടുത്തേക്കുന്നത്. നമ്മൾ വേഗമായിട്ട് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഡെഫിനേഷൻ ആയതുകൊണ്ട് അതങ്ങനെ തന്നെ പഠിച്ചു വെച്ചിരുന്നു. അപ്പം ഏതെങ്കിലും ഒരു അബ്നോർമൽ മാസിനെ നമുക്ക് ലംബെന്ന് വിളിക്കാം. പക്ഷെ ഏതെങ്കിലും ഒരു പാർട്ട് ഓഫ് ദ ബോഡിയുടെ ഒരു അബ്നോർമൽ എൻലാർജ്മെന്റ് ആണ്, ദാറ്റ് ഈസ് കൺജനിറ്റൽ, ഇൻഫ്ലമേറ്ററി, ട്രോമാറ്റിക്, സിസ്റ്റിക് ആണെങ്കിൽ സ്വെല്ലിംഗ് എന്ന് പറയാം. ദാസ് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു ഡെഫിനേഷനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അബ്ഡമിനൽ ലംബുകൾ ഡിവൈഡ് ചെയ്യാൻ അറിയണം, ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി അറിയണം. അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്വെല്ലിംഗ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നോർമലി നമ്മൾ കൺജനൈറ്റൽ, ഇൻഫ്ലമേറ്ററി, നിയോപ്ലാസ്റ്റിക്, ട്രോമാറ്റിക്, സിസ്റ്റിക് ഇങ്ങനെയൊക്കെ പറയും, ഡിഫറൻഷിയേറ്റ് ചെയ്യില്ല. അപ്പം എൻ്റെ ഒരു ബേസിക് എക്സാമ്പിൾ ആണ്. അപ്പം നമുക്ക് എക്സാമ്പിൾ ചോദിക്കുന്നത് കൺജനൈറ്റലിനകത്ത് ഡെർമോയിഡ് സിസ്റ്റ്, തൈറോഗ്ലോസൽ സിസ്റ്റ്, ബ്രാങ്കിൾ സിസ്റ്റ്, സിസ്റ്റിക് ഹൈഗ്രോമ, ഇതൊക്കെയായിരിക്കും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം നിങ്ങൾ അത് തന്നെ പഠിച്ചിട്ട് പോയാൽ മതി. ഇൻഫ്ലമേറ്ററി സ്വെല്ലിങ്സിനകത്ത് കൂടുതലായിട്ടും കോൾഡ് ആബ്സസ്, ട്യൂബർക്കുലർ ലിംഫഡിനോയിറ്റിസ്, അതൊക്കെയായിരിക്കും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ട്രോമാറ്റിക്കിൽ നമുക്ക് അങ്ങനെ കേസസ് വെക്കാറില്ല. നിയോപ്ലാസ്റ്റിക് ലംബുകളിൽ നമുക്ക് അറിയേണ്ടത് ലൈപ്പോമ അറിയണം, ന്യൂറോഫൈബ്രോമ, ഷോനോമയൊക്കെ ജസ്റ്റ് ബേസിക് അറിയണം. ലൈപ്പോമ മോസ്റ്റ്ലി കാണും, യൂണിവേഴ്സൽ ട്യൂമർ അല്ലേ. മലിഗ്നൻ കേസസിൽ ഒബ്വിയസ്ലി ലോങ് കേസായിട്ട് കാർസിനോമ എന്തെങ്കിലും വെക്കാം, സാർക്കോമ ഉണ്ടെങ്കിൽ അത് വെക്കാം, മലിഗ്നൻ മെലനോമ, ലിംഫോമ ഇതെല്ലാം വെക്കാം. സിസ്റ്റിക്കിനകത്ത് സെബേഷ്യസ് സിസ്റ്റും ഗാംഗ്ലോണാണ് കോമൺ ആയിട്ട് വെക്കാറ്, അത് ഭയങ്കര കോമൺ ആണ്. പിന്നെ വാസ്കുലാർ ലംബുകളിൽ ഹെമാൻജിയോമ, ന്യൂറോസിംസ് ഒക്കെ ഉണ്ടെങ്കിൽ വെക്കാം, ബട്ട് അത്ര കോമൺ അല്ല അത്. അപ്പൊ ഈ ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ അറിയാം ലംബുകളുടെ, അതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി ഏതൊരു അബ്ഡമിനൽ ഏതൊരു സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ അബ്ഡമിനിലെ ഏതൊരു സൈഡിലെ സ്വെല്ലിംഗ് അല്ലെങ്കിൽ സർജറിയിൽ ഒരു സ്വെല്ലിംഗ് ആയിട്ട് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹിസ്റ്ററി എടുക്കണം. ഹിസ്റ്ററി എടുക്കുമ്പോൾ ഈ ഒറ്റൊരു പേജ് കൊണ്ട് മൊത്തം ഹിസ്റ്ററി നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പേഷ്യന്റ് ഏജ് ചോദിക്കണം. കൺജനൈറ്റൽ സ്വെല്ലിങ്സ് ഒക്കെ ചൈൽഡ്ഹുഡിലായിരിക്കും. ഹെമാൻജിയോമ, സിസ്റ്റിക് ഹൈഗ്രോമ ഒക്കെ ചൈൽഡ്ഹുഡായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. യങ് അഡൾട്ട്സിൽ ലൈപ്പോമ, ഫൈബ്രോഡിനോമ, സെബേഷ്യസ് സിസ്റ്റ് ഒക്കെ കോമൺ ആയിരിക്കും. മിഡിൽ ഏജ് പേഷ്യൻസിന് മിനൈൻ ട്യൂമേഴ്സ് ആയിരിക്കും കൂടുതൽ. ഓൾഡ് ഏജ് മലിഗ്നൻ ട്യൂമേഴ്സ്, BCC, സ്ക്വാമസ് സെൽ കാർസിനോമ ഇതെല്ലാം കാണും. കുറച്ച് ട്യൂമേഴ്സിന്, കുറച്ച് സ്വെല്ലിങ്സിന് സെക്സ് ബ്യൂട്ടിലേഷൻ ഉണ്ട്. നമുക്ക് എക്സാമ്പിൾ ഒന്നുമില്ല. ഒക്കുപേഷൻ എന്ന് നോക്കുമ്പോൾ റിപ്പീറ്റഡ് ട്രോമ, ക്രോണിക് ഇറിറ്റേഷൻ, കെമിക്കൽ, സൺലൈറ്റ് ഇതെല്ലാം കാരണം സെർട്ടൻ ലേഷൻസ് വരാം. നമുക്ക് നോക്കാം ഏതൊക്കെ കാണുന്നത്. ഡ്യൂറേഷൻ, അക്യൂട്ട്, ക്രോണിക്, സ്ലോലി പ്രോഗ്രസീവ്, റാപ്പിഡ് പ്രോഗ്രസീവ് ഇതൊക്കെ ആയിരിക്കും അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി മോഡ് ഓഫ് ഓൺസെറ്റ് വെച്ച് നോക്കുമ്പോൾ സ്വെല്ലിംഗ് ക്യാൻ ബി സഡൻ ഓർ ഗ്രാജുവൽ, ഇൻസീരിയസ് ഓർ ഫോളോയിങ് ട്രോമ, പോസ്റ്റ് ഇൻഫെക്ഷൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മോഡ് ഓഫ് ഓൺസെറ്റിൽ എഴുതേണ്ടത്. റേറ്റ് ഓഫ് ഗ്രോത്ത് വരുമ്പോൾ വി ക്യാൻ റൈറ്റ് ആസ് വെരി സ്ലോ. ലൈപ്പോമ, ഡെർമോഡൊക്കെ ഭയങ്കര സ്ലോ ഗ്രോത്ത് ആയിരിക്കും. ബിനൈൻ ട്യൂമേഴ്സ് ഭയങ്കര നോർമലി സ്ലോ ആണ്. റാപ്പിഡ് ഗ്രോത്ത് വന്നാൽ എപ്പോഴും അത് മാലിഗ്നൻ ട്രാൻസ്ഫർമേഷൻ ഓഫ് എ ലോങ് സ്റ്റാൻഡിങ് സ്വെല്ലിംഗ് ആവാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ ആവാം. സർക്കോമയും ഭയങ്കര റാപ്പിഡ് ആണ്. പിന്നെ ഇഫ് ദിസ് സഡൻ ഇൻക്രീസ് ഇൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ഇൻക്രീസ് ഇൻ സൈസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി മോസ്റ്റ്ലി ഹെമറേജ് ആയിരിക്കും. അത് ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ തൈറോയിഡിലൊക്കെ സഡൻ ഇൻക്രീസ് ഇൻ സൈസ് എന്ന് പറഞ്ഞാൽ നോർമലി ഇറ്റ് ഇസ് ഹെമറേജ് ഉള്ളത് തൈറോയിഡിനോടുകളാണ്. റാപ്പിഡ് ഇൻക്രീസ് ഇൻ സൈസ് ഉള്ള വാക്ക് വന്നാൽ ദാറ്റ് ഇസ് മാലിഗ്നൻസി. തൈറോയിഡിലും അതാണ്. റാപ്പിഡ് എന്ന് പറഞ്ഞാൽ മലിഗ്നൻസി, സഡൻ എന്ന് പറഞ്ഞാൽ ഹെമറേജ് ആയിരിക്കും. പിന്നെ പെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പെയിൻ നോർമലി അക്യൂട്ട് ഇൻഫ്ലമേഷൻ, ആബ്സസ്, മെറ്റോമയിലാണ് കാണുന്നത്. പെയിൻലെസ് സ്വെല്ലിംഗ് ആണെങ്കിൽ നോർമലി ഇറ്റ് വിൽ ബി ബിനൈൻ ട്യൂമർ ഓർ സിസ്റ്റ്. But a tumor which was painless now becoming painful, it will be mostly due to malignancy or pressure on the nerves or infection. അതെല്ലാം നമ്മൾ തൈറോയിഡ് വെച്ച് പറയാൻ പറ്റും. അസോസിയേറ്റ് സിംറ്റംസ് ചോദിക്കണം. ഫീവർ ഉണ്ടോ, ലോസ് ഓഫ് വെയിറ്റ്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്. ഇതൊക്കെ നോർമലി ട്യൂബർകുലോസിസ് കാണാം. ട്യൂബർകുലോസിലാണ് ഈവനിങ് ഐസോ ടെമ്പറേച്ചറിലേക്ക് കാണുന്നത്. പിന്നെ ഇതിനെ ബി സിംറ്റംസ് എന്ന് പറയുമല്ലോ, ലോസ് ഓഫ് വെയിറ്റ്, ഫീവർ ഒക്കെ. അപ്പോൾ ലിംഫോമയിലും ഇതെല്ലാം കാണാം. അപ്പോൾ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം രണ്ടും. പിന്നെ മാലിഗ്നൻസിയിൽ ലോസ് ഓഫ് വെയിറ്റ്, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് കാണാം. അപ്പോൾ ഈ മൂന്ന് സിംറ്റംസ് മാലം തിരിഞ്ഞ് ഈ കോമൺ കേസസിലെല്ലാം വരാം. അൾസറേഷൻ, ബ്ലീഡിങ്, ഡിസ്ചാർജ്, പരസ്തേഷ്യ, പിന്നെ ഒബ്സ്ട്രക്റ്റീവ് സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചോദിക്കണം. അപ്പോൾ ബേസിക്കലി ഒരു സ്വെല്ലിംഗ് ലിസ്റ്റ് എടുക്കുന്ന ഷോർട്ട് കേസ് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് അറിയേണ്ടത്. ഈ ഫ്ലോ ചാർട്ട് നോക്കി വെക്കുക, ഈ ചാർട്ട് നോക്കി വെക്കുക. ഇനി ഒരു അൾസർ കിട്ടുമ്പോൾ തന്നെ ഒരു സ്വെല്ലിംഗ് കിട്ടുമ്പോൾ അതിൻ്റെ എക്സാമിനേഷൻ, സ്വെല്ലിംഗ്. അപ്പോൾ സ്വെല്ലിങ്ങിന് ഇൻസ്പെക്ഷനകത്തുള്ള ഫൈൻഡിങ്സ് എന്തൊക്കെയായിരിക്കും? സൈറ്റ് നോക്കണം, നമ്പർ ഓഫ് സ്വെല്ലിങ്സ് നോക്കണം, സൈസ്, ഷേപ്പ്, സർഫസ്, മാർജിൻ, കളർ, സ്കിൻ ചേഞ്ചസ്, വിസിബിൾ വെയിൻസ്, സ്കാർസ്, സൈനസസ്. അപ്പോൾ ഇത്രയും കാര്യം, ഇത് ഒരുപാട് എസ്സുകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയും എസ് നമുക്ക് എഴുതാൻ പറ്റണം.
ഇനി സ്വെല്ലിങ്ങിന്റെ മുകളിൽ ഒരു അൾസർ ഉണ്ടെങ്കിൽ അൾസറിനെ ഡിസ്ക്രൈബ് കൂടി ചെയ്യണം. മിക്ക സ്വെല്ലിങ്ങൾ അൾസറോ പ്രൊലിഫറേറ്റീവ് ആയിട്ട് ചിലപ്പോൾ വരാം. അങ്ങനെ അതിന് മുകളിൽ അൾസർ ഉണ്ട്, അതിനെ സ്പെഷ്യലായി ഡിസ്ക്രൈബ് ചെയ്യണം. ഇനി സ്പെഷ്യൽ ഇൻസ്പെക്ടീവ് ഫൈൻസ് എടുക്കുന്നത് പൾസേഷൻ ആണ്. പൾസേഷൻ ഉണ്ടെങ്കിൽ എക്സ്പാൻസീവ് പൾസേഷൻ ആണോ അത് ട്രാൻസ്മിറ്റഡ് പൾസേഷൻ ആണോ നോക്കണം. എക്സ്പാൻസീവ് പൾസേഷൻ വരുന്നത് എവിടെയായിരിക്കും? ലൈപ്പോമ, ലിംഫ് നോഡ്, അല്ല എക്സ്പാൻസീവ് വരുന്ന അന്യൂറിസംസിലായിരിക്കും. അപ്പം ആർട്ടീരിയൽ ഡയറക്റ്റ് ആർട്ടറിയുടെ വോളിൽ നിന്ന് സ്വെല്ലിംഗ് ആണെങ്കിൽ തീർക്കാണെങ്കിൽ പൾസേഷൻ എക്സ്പാൻസീവ്. നമ്മൾ രണ്ട് ഫിംഗർ വെക്കുമ്പോൾ ഫിംഗേഴ്സ് വിൽ ബി സ്പ്രെഡ് ലാറ്ററലി ഓൾസോ. ഇനി ട്രാൻസ്മിറ്റഡ് പൾസ് എന്ന് പറഞ്ഞാൽ വെസലിന്റെ മുകളിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിൽ നിന്ന് വരുന്ന പൾസ് ആയിരിക്കും. ഇപ്പോൾ ഒരു ലൈപ്പോമയോ എന്തെങ്കിലും ലൈപ്പോമയോ അല്ലെങ്കിൽ ലിംഫിനോഡോ വിച്ച് ഇസ് ലൈങ് ഓവർ ആൻ ആർട്ടറി, അതിൽ നിന്നുള്ള പൾസേഷൻ ആണെങ്കിൽ ആർട്ടറി പൾസ് ആകുമ്പോൾ ഈ സ്വെല്ലിങ്ങും കൂടെ അനങ്ങും. അത് കാരണം നമ്മുടെ വിരലിൽ മൂളിയൊക്കെ നമുക്ക് വിരലിൽ മുകളിലോട്ട് മാത്രമേ അനങ്ങത്തുള്ളൂ, സൈഡിലോട്ട് അനങ്ങത്തില്ല. സോ ടു ഫിംഗർ ടെസ്റ്റ് വെക്കുമ്പോഴത്തേക്കും ഫിംഗേഴ്സ് ആർ ഡിസ്പ്ലേസ്ഡ് അപ്വേർഡ്സ് ഉള്ളി, ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് പൾസേഷൻ. പക്ഷേ ഫിംഗേഴ്സ് ആർ ഡിസ്പ്ലേസ്ഡ് ലാറ്ററലി, ദാറ്റ് ഈസ് എക്സ്പാൻസീവ് പൾസേഷൻ, അന്യൂറിസത്തിന്റെ പിക്ചർ. ഇനി മൂവ്മെന്റ് ഡ്യൂറിങ് റെസ്പിറേഷൻ ഒക്കെ വരുന്ന എപ്പോഴായിരിക്കും? ലിവർ, സ്റ്റൊമക്ക്, സ്പ്ലീൻ, ഗോൾ ബ്ലാഡർ. കാരണം ഈ നാല് സ്ട്രക്ചേഴ്സും കണക്ഷൻ വിത്ത് ഡയഫ്രം. ലിവർ, സ്റ്റൊമക്കിന് സ്പ്ലീൻ ഡയറക്റ്റ് കണക്ഷൻ വിത്ത് ഡയഫ്രം ഉണ്ട്. ഗോൾ ബ്ലാഡർ ഈസ് കണക്റ്റഡ് ടു ദി ലിവർ. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് 4 പേര് മൂവ് വിത്ത് റെസ്പിറേഷൻ എന്ന് പറയാൻ പറ്റും. മൂവ്മെന്റ് ഓൺ ഡിഗ്ലൂട്ടീഷൻ നമ്മൾ പറയുന്നത് തൈറോയിഡിനും തൈറോഗ്ലോസൽ സിസ്റ്റിനുമാണ് പറയുന്നത്. ഓക്കെ. പിന്നെ മൂവ്മെന്റ് ഓൺ പ്രൊട്രൂഷൻ ഓഫ് ടങ് നമ്മൾ തൈറോഗ്ലോസൽ സിസ്റ്റിനാണ് പറയുന്നത്, കാരണം അത് ഫ്രാമൻ സീക്കം വഴി കണക്റ്റഡ് ആയിരുന്നു. ഇതാണ് ഇൻസ്പെഷ്യലിലെ ബേസിക് ഫൈൻസ്. പക്ഷെ എന്ത് സ്വെല്ലിംഗ് കിട്ടിയാലും നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ഈ ഒരു പാറ്റേണിൽ എഴുതാൻ നോക്കണം എന്ത് കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഇനി എക്സ്പാൻസൈൽ ട്രാൻസ്മിറ്റഡ് പൾസിന്റെ ഡിഫറൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. സ്വെല്ലിംഗിൽ എക്സ്പാൻഡ് ഇറ്റ്സെൽഫ് ആണ് എക്സ്പാൻസൈൽ, ഫിംഗേഴ്സിൽ മൂവിങ് എപ്പാർട്ട്, ആർട്ടീരിയൽ പൾസേഷൻ കാണും, ത്രില്ലും ബ്രൂയൊക്കെ വേണമെങ്കിൽ പ്രസന്റ് ആയിരിക്കും. എക്സാമ്പിൾ ആണ് അനൂറിസം. ഇത് ട്രാൻസ്മിറ്റഡ് പൾസസിന് നോർമലി പൾസസ് വിൽ ബി ഡ്യൂ ടു an underlying artery, a lymph node or a lipoma which is lying over an artery is showing this pulsation. But a true arterial pulsation ഇല്ല, ട്രില്ലിയം ബ്രൂയോ ഒന്നും കാണാറില്ല. ഓക്കെ. ഇനി പാൽപേഷൻ ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാമിനേഷൻ ഇൻ സ്വെല്ലിംഗ്. പാൽപേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തെടുക്കണം? ടെമ്പറേച്ചർ നോക്കും. ഇൻഫ്ലമേറ്ററി വാസ്കുലേഷൻസിൽ ടെമ്പറേച്ചേഴ്സ് വിൽ ബി റൈസ്ഡ്. ടെൻഡർനെസ് ഉണ്ട് നോക്കും. ഇൻഫ്ലമേഷൻ, ആപ്സസ്, ഇൻഫെക്റ്റഡ് സിസ്റ്റ്, റാപ്പിഡ്ലി ഗ്രോയിങ് മലഡിലേഷൻസിലെല്ലാം ടെൻഡർനെസ് കാണാം. സൈസ് നോക്കണം. സൈസ് ഷുഡ് ഓൾവേസ് ബി മെഷർഡ് ഇൻ 2 dimensions. ഓക്കെ. ഇപ്പോൾ എക്സും വൈ ഡയമെൻഷനിൽ നോക്കണം. ഡെപ്ത് നമുക്ക് ഫീൽ ആവണമെങ്കിൽ ഡെപ്തും കൂടെ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. ഓക്കെ. ഇനി ഷേപ്പ് നോക്കണം. ഞാൻ പറഞ്ഞില്ല നമ്മൾ ഒരുപാട് exaggerated shapes ഒന്നും എഴുതി വെക്കരുത്. should always write up the basic shapes. Write about round, oval, lobulated, irregular. ഈ ഒരു 4 ഷേപ്സ് മാത്രം എഴുതിയാൽ മതി. ഈവൻ ഇഫ് ഇറ്റ് ഈസ് globular, just write as a round only. അല്ലെങ്കിൽ ഓവൽ എന്ന് എഴുതാം. ലോബുലേറ്റഡ് നിങ്ങൾക്ക് ഷേപ്പ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇറഗുലർ ഷേപ്പ് എന്ന് പറയും. അപ്പം അൾസറോ പ്രൊലിഫറേഷൻ നമുക്ക് ജസ്റ്റ് ഇറഗുലർ ഷേപ്പ് സെല്ലിംഗ് എന്ന് പറയാം. സർഫസ് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഇറ്റ് ക്യാൻ ബി സ്മൂത്ത്, ഇറ്റ് ക്യാൻ ബി നോഡുലാർ, ഇറ്റ് ക്യാൻ ബി ബോസിലേറ്റഡ്, ഇറ്റ് ക്യാൻ ബി ഇറഗുലർ. സ്മൂത്ത് സർഫസ് ഒക്കെ ലൈപ്പോമയിൽ വരാം. നോഡുലാറൊക്കെ വരുന്ന നോഡുലാർ ഗോയിറ്റിനകത്ത് വരാം. ബോസിലേറ്റഡ് സർഫസ് നമ്മൾ നോർമലി പറയുന്നത് ബ്രസ്റ്റിനകത്ത് ഫില്ലോട്സ് ട്യൂമറാണ് ടിപ്പിക്കലായിട്ട് പറയാറ്, അതിനാണ് പറയുന്നത്. പിന്നെ ഇറഗുലർ സർഫസ് ഓൾ മാലിനൽ സർഫസ് എന്ന് പറയും. മാർജിൻസ് നമ്മൾ നോർമലി നമ്മൾ അൾസറിനായിരുന്നു മാർജിനും എടുത്തും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സെല്ലിങ് പറയുമ്പോൾ മാർജിൻ പറയും. അപ്പോൾ സെല്ലിങ് നമ്മൾ പൊതുവേ നോക്കുമ്പോൾ കാണുന്നൊരു മാർജിൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് മാർജിൻ വെൽ ഡിഫൈൻഡ് ആണോ ഇൽ ഡിഫൈൻഡ് ആണോ എന്ന് അറിയാൻ പറ്റും. വെൽ ഡിഫൈൻഡ് മാർജിൻസിൽ മാത്രമേ നമ്മൾ എഡ്ജസിനെ എടുത്ത് പറയത്തുള്ളൂ, റെഗുലർ ആണോ ഇറഗുലർ ആണോ. അപ്പം അൾസറിനകത്ത് നമ്മൾ പറയുന്ന മാർജിൻ എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ടറി ഫൈൻഡിങ്ങും എഡ്ജ് ഒരു പാൽപെട്രി ഫൈൻഡിങ് ആണ്. നമ്മൾ സ്വെല്ലിംഗ് പറയുമ്പോഴത്തേക്ക് നമുക്ക് മാർജിനും എഡ്ജ് നമ്മൾ മോസ്റ്റ്ലി രണ്ടും പാൽപെട്രി ഫൈൻഡിങ് ആണ്. അപ്പോൾ നമ്മൾ സ്വെല്ലിങ്ങിന്റെ മാർജിൻ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ വെൽ ഡിഫൈൻഡ് ആവാം, ഇൽ ഡിഫൈൻഡ് ആവാം. ചിലപ്പം എഡ്ജ് തന്നെ മാർജിൻ തന്നെ കുറച്ച് എവാർട്ടഡ് ആയിട്ടിരിക്കാം, കുറച്ച് റോൾഡ് ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ അണ്ടർമൈൻഡ് ആയിട്ടിരിക്കാം. ഓക്കെ. പക്ഷെ നമ്മൾ എഡ്ജസ് നോക്കുമ്പോൾ ആ എഡ്ജ് കട്ടിയുള്ള സ്ഥലമുണ്ടല്ലോ, വിരലിങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവിടെ ഇറ്റ് വിൽ ബി റെഗുലർ ആണോ ഇറഗുലർ ആണോ മാത്രം എഴുതിയാൽ മതി. ഇനി ഇനി പാൽപേഷനകത്തുള്ള വേറെ എക്സാമിനേഷൻ ഫൈൻസ് ആണെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻസി നോക്കണം. സോഫ്റ്റ് ആണോ, ഫേം ആണോ, ഹാർഡ് ആണോ, സിസ്റ്റിക് ആണോ, അത് സ്റ്റോണി ഹാർഡ് ആണോ. സിസ്റ്റിക് ആണെങ്കിൽ മാത്രം അതിനകത്ത് എന്തോ ഫ്ലൂയിഡ് ഉണ്ട്, അപ്പോൾ മാത്രമേ നമുക്ക് ഫ്ലക്ച്വേഷൻ എലിസിറ്റ് ചെയ്യാൻ പറ്റും. ഫ്ലക്ച്വേഷനകത്ത് ഫ്ലൂയിഡ് കാണാം. ഇപ്പോൾ നമ്മൾ ഫ്ലക്ച്വേഷൻ രണ്ട് പെർപെൻഡിക്കുലർ പ്ലെയിനിലായി നമ്മൾ ഫ്ലക്ച്വേഷൻ ആണോ നിങ്ങൾ ഒരു കേട്ട് ഞെക്കുമ്പോൾ അങ്ങോട്ട് ഇറങ്ങും, ഇവിടെ ഞെക്കുമ്പോൾ അങ്ങോട്ട് ഇറങ്ങും. ഇപ്പോൾ രണ്ട് പെർപെൻഡിക്കുലർ പ്ലെയിൻസിൽ നമുക്ക് ഫ്ലക്ച്വേഷൻ ചെയ്ത് നോക്കേണ്ടി വരും. ഈ ക്രോസ് ഫ്ലക്ച്വേഷൻ കാണുന്ന പറഞ്ഞാൽ ഇങ്ങനെയുള്ള മൾട്ടി ലോക്കുലേറ്റഡ് സെല്ലിങ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സിസ്റ്റിക് ഹൈഗ്രോമയ്ക്കകത്ത് കാണാം, അത് ഒത്തിരി ലോക്കുലേറ്റ്. നമ്മൾ ഒരു സെല്ലിൽ ഞെക്കുമ്പോഴത്തേക്ക് അപ്പർ സൈഡിലോട്ട് വെള്ളം പോകും. അങ്ങനെയാണ് ഫ്ലൂയിഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് പോകുന്നത്. ദാറ്റ് ഈസ് കോൾഡ് മൾട്ടി ലോക്കുലേറ്റഡ് സെല്ലിങ്സിൽ നമുക്ക് ക്രോസ് ഫ്ലക്ച്വേഷൻ കാണാൻ പറ്റും. അടുത്ത ക്രോസ് ഫ്ലക്ച്വേഷൻ ആണ് കോമ്പൗണ്ട് ഗാംഗ്ലോൺ ആണ്. കോമ്പൗണ്ട് ഗാംഗ്ലോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കയ്യിൽ വരുന്നതാണ് ഗാംഗ്ലോൺ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഗാംഗ്ലോണിനകത്ത് ചിലപ്പം റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള അസുഖങ്ങൾ രണ്ട് ഗാംഗ്ലോൺ കാണാം, ഫ്ലെക്സർ ഷീത്തിൽ എക്സ്റ്റൻസർ ഷീത്തിൽ
രണ്ട് ഗാംഗുകളും കാണാം അവിടെ ഇവിടെ. അപ്പോൾ ഒരു ഗാംഗുകളിൽ നിൽക്കുമ്പോൾ അപ്പുറത്തെ ഗാംഗുകൾ വലുതാവും, അപ്പുറത്തിൽ നിൽക്കുമ്പോൾ ഒരെണ്ണം വലുതാവും. അതാണ് ക്രോസ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്രോസ് ഫ്ലക്ച്വേഷൻ കാണുന്നത് സ്റ്റിക്ക് ഹൈഗ്രോമയിൽ കാണാം, കോമ്പൗണ്ട് ഗാംഗുകളിൽ കാണാം, പിന്നെ നമുക്ക് റാനുലയിൽ കാണാൻ പറ്റും. നോർമൽ റാനുലല്ല, നമ്മൾ രണ്ട് റാനുല വായിൽ വരും. അപ്പം മൗത്തിനകത്ത് വരെ നെക്കിലും കൂടെ വരുവാണെങ്കിൽ പ്ലഞ്ചിങ് റാനുല എന്ന് പറയും. അതിനകത്ത് നമുക്ക് ക്രോസ് ഫ്ലക്ച്വേഷൻ കാണാൻ പറ്റും. അത് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. ട്രാൻസ് ഇലുമിനേഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റിക് സാധനങ്ങളിനകത്ത് ഫിലിംസിനകത്ത് ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ, അത് ഇറ്റ് ഈസ് ക്ലിയർ ഫ്ലൂയിഡ് ആണെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് ആ ലൈറ്റിന്റെ റെഡ്നെസ് മൊത്തം അപ്പുറത്ത് കാണാം. ടിപ്പിക്കലി കാണുന്ന ഇവിടെ സിസ്റ്റിക് ഹൈഗ്രോമി കാണാം, പിന്നെ ഹൈഡ്രോസീലിൽ കാണാം, പിന്നെ റാനുലയിൽ കാണാം. ഇതിനകത്തെല്ലാം ക്ലിയർ ഫ്ലൂയിഡ്സ് ആണ് ഉള്ളത്. മാർജിൻസ് നോക്കുമ്പോൾ മാർജിൻസ് ക്യാൻ ബി വെൽ ഡിഫൈൻഡ് ഓർ ഇൽ ഡിഫൈൻഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവാട് ഡവർ ഓൾഡ് അണ്ടർമൈൻ ആൻഡ് ദിസ് റെഗുലർ ലെവൽ. ഓക്കെ. ഇനി എക്സാമിനേഷൻ നമ്മൾ നോക്കുമ്പോൾ ബാക്കി പാൽപേറ്ററി ഫൈൻഡിങ്ങിൽ കംപ്രസിബിലിറ്റി നോക്കാം. കംപ്രസിബിലിറ്റി ഇപ്പം ഹെമാൻജിയോമ, വീനസ് മാൽഫർമേഷൻസ് ഒക്കെ ആണെങ്കിൽ ദേ ആർ ഈസിലി കംപ്രസിബിൾ. റെഡ്യൂസിബിലിറ്റി നോക്കുന്നത് ഹെർണിയയിലും മെനിഞ്ചോസീലിലുമാണ്. ഹെർണിയൽ നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ ആ കണ്ടന്റ് മൊത്തം അകത്ത് വരും. ഇപ്പോൾ മെനിഞ്ചോസീലിനകത്ത് മെനിഞ്ചിനകത്ത് വരും. അപ്പം റെഡ്യൂസിബിലിറ്റി നോക്കുന്നത് ഹെർണിയയിലും മെനിഞ്ചോസീലിലുമാണ്. എക്സ്പാൻസീവ് പൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ആൻറ്റിസെപ്റ്റിലാണ് നോക്കുന്നത്. പ്ലെയിൻ ഓഫ് സെല്ലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും അത് ഡിറ്റർമിൻ ചെയ്യുന്നത് എവിടെയാണ്, സ്കിന്നാണോ, സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ആണോ, മസിലാണോ, ബോളാണോ, നെർവാണോ. അപ്പോൾ നമ്മൾ ഓരോരോ സെല്ലിങ്, നമ്മൾ തൈറോയിഡ് സെല്ലിംഗ് പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പ്ലെയിൻ കണ്ടുപിടിക്കും, തൈറോയിഡിൻ്റെ നോക്കും, അബ്ഡമിൻ്റെ സെല്ലിംഗ് നോക്കും. അപ്പോൾ പ്ലെയിൻ ഓരോരോ കേസിലും എങ്ങനെയാണെന്ന് എഴുതി വെക്കണം. മൊബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സെല്ലിങ് സൈഡ് ടു സൈഡ് മൊബൈൽ ആണോ, വെർട്ടിക്കൽ മൊബിലിറ്റി ഉണ്ടോ, സ്കിന്നിന് മുകളിലോട്ട് അനങ്ങുന്നുണ്ടോ, ഡീപ്പർ സ്ട്രെച്ചസിൻ്റെ മൊബിലിറ്റി ഉണ്ടോ നോക്കണം. അപ്പോൾ ബ്രസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഡീപ്പർ സ്ട്രെച്ചസും സ്കിൻ ഇൻവോൾവ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് TNM, അത് T4A ആണല്ലോ ചെസ്റ്റ് വോളും, T4B ആണ് സ്കിന്നും. അപ്പോൾ മൊബിലിറ്റി ഈസ് എ പാർട്ട് ഓഫ് TNM സ്റ്റേജിങ്. അപ്പോൾ അങ്ങനെയുള്ള സെലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓൾസോ ഇമ്മൊബൈൽ ആണെങ്കിൽ സ്വെല്ലിംഗ് വിൽ ബി മോർ മലിനൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ പിഞ്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിന്നിനകത്തുള്ള സൂപ്പർഫിഷ്യൽ, നമ്മൾ സ്കിൻ ഇൻവോൾവ് ആണ്, നമ്മൾ പിഞ്ച് ചെയ്യാൻ പറ്റും. സ്കിൻ അനങ്ങുന്നത് എന്ന് പറഞ്ഞാൽ സ്കിൻ ഇസ് നോട്ട് ഇൻവോൾവ് എന്ന് പറയാം. ഫിക്സിറ്റ് നോക്കുമ്പോൾ വി ഹാവ് ടു ഓൾവേസ് ലുക്ക് ഫോർ ദ ഫിക്സിറ്റി വിത്ത് സ്കിൻ, മസിൽ, ബോൺ, ന്യൂറോവാസ്കുലർ സ്ട്രക്ചേഴ്സ് ഒക്കെ. അവിടെയും അത് തന്നെയാണ്. ഇഫ് ഇറ്റ് ഈസ് ഫിക്സ്ഡ് ഇറ്റ് ഈസ് മോർ സെൻസിറ്റീവ് മലിനൻസ് ഓർ ഇൻഫ്ലമേഷൻ. മൊബിലിറ്റി, ഫിക്സിറ്റി, പിഞ്ച് ടെസ്റ്റ് ഇതെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ, ഇതെല്ലാം നമുക്ക് മലിനൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളാണ്. പിന്നെ ലൈപ്പോമയുടെ ടിപ്പിക്കൽ സൈനാണ് സ്ലിപ്പ് സൈൻ. അപ്പോൾ നമ്മൾ സ്വെല്ലിങ്, നമ്മൾ രണ്ട് ഫിംഗർ കൊണ്ട് ഇങ്ങനെ പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ സ്ലിപ്പ് ആയി, നമ്മൾ ഒരു വിലയുടെ ഫിക്സ്ഡ് നിൽക്കുമ്പോഴത്തേക്ക് അത് സ്ലിപ്പ് ആയിപ്പോൾ, അതാണ് സ്ലിപ്പ് സൈൻ. ദറ്റ് ഈസ് ടിപ്പിക്കൽ ഓഫ് മലിനൻ ലൈപ്പോമ. അത്രയും ഓർത്തിരുന്നത്. പിന്നെ പാൽപേഷനകത്ത് ഓൾവേസ് യു ഹാവ് ടു പാൽപേറ്റ് ഓൾ ദ റീജിയണൽ ലിഫ് നോട്ട്സ് ഓൾസോ. ഇപ്പോൾ നമ്മൾ ലിഫ് നോട്ട്സ് ഏത്, ഇപ്പോൾ കഴുത്തിലുള്ള സെല്ലിങ്ങിന് ഒബ്വിയസ്ലി നെക്ക് നോട്ട്സ് നോക്കണം, ആക്സിലുള്ള സെല്ലിങ്ങിന് ആക്സിലർ നോട്ട്സ് നോക്കണം, അപ്പർ ലിംബ് ആണെങ്കിൽ ആക്സിലർ നോക്കണം, അബ്ഡമിനെക്കാണെങ്കിൽ ഗ്രോയിൻ നോക്കണം. ഓൾവേസ് ലുക്ക് ഫോർ ദ നമ്പർ ഓഫ് ലിഫ് നോട്ട്സ്, സൈസ്, കൺസിസ്റ്റൻസി, ടെൻഡർനെസ്, മൊബിലിറ്റി, മാറ്റിംഗ് ഉണ്ടോ, ഫിക്സിറ്റി. ട്യൂബർകുലോസിസിലൊക്കെ ലിഫ് നോട്ട്സ് ക്യാൻ ബി മാറ്റിംഗ് ഉണ്ടോ എന്നൊക്കെ നോക്കണം. പിന്നെ പെർക്കഷനും ഓസ്കുൾട്ടേഷനും ഡിപ്പെൻഡിങ് ഓൺ ദ സെല്ലിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യണം. അബ്ഡമൻ ആണെങ്കിൽ ഒബ്വിയസ്ലി പെർക്കഷൻ എല്ലാത്തിലും ചെയ്യണം. ഓസ്കുൾട്ടേഷൻ ആണെങ്കിൽ നമ്മൾ ബ്രൂയി ഉണ്ടോ നോക്കാൻ വേണ്ടി വാസ്കുലർ സെല്ലിങ്സിലെല്ലാം ചെയ്യാം, തൈറോയിഡിലെല്ലാം ചെയ്യാം. ഇത്രയാണ് നമ്മളെ എക്സാമിനേഷൻ ഓഫ് സെല്ലിങ്സിനകത്ത് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത്ര എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് അറിയുന്ന ബേസിക് കാര്യത്തിനനുസരിച്ച് റിവിഷൻ പോലെ ഓടിച്ച് പറയുന്നേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണം. ഓഡിയോ ക്ലിയർ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. ഇൻവെസ്റ്റിഗേഷൻസ് എടുക്കുമ്പോഴത്തേക്ക് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ്, എക്സ്റേ, അൾട്രാസൗണ്ട്, ഡോപ്ലർ. ഇപ്പം വെസലിൽ നിന്നുള്ള സെല്ലിങ് നമുക്ക് ഡോപ്ലർ എടുത്ത് നോക്കാം. പിന്നെ ഡീപ്പർ സ്ട്രക്ചേഴ്സ് നമുക്ക് CT സ്കാൻ. ഇപ്പോൾ നോർമലി നമ്മൾ പറയുന്നത് ഫിക്സഡ് ഓർഗൻസിനകത്തുള്ള സെല്ലിങ്സ് ആണെങ്കിൽ വി ഹാവ് ടേക്കൻ MRI സ്കാൻ. ഫോർ എക്സാമ്പിൾ എന്താ, നമ്മുടെ ടങ്ങിന് നമുക്ക് MRI എടുക്കാം, സെർവിക്സിന് MRI എടുക്കാം, രക്തത്തിന് MRI എടുക്കാം. ഓക്കെ. പിന്നെ MRCP ഈ ഗോൾ ബ്ലാഡറിന് വേണ്ടി. അപ്പം നമ്മൾ പറഞ്ഞാൽ ഫിക്സഡ് ഓർഗൻസിന് കൂടുതൽ നമ്മൾ MRCP എടുക്കും. ബോൺ, സോഫ്റ്റ് ടിഷ്യൂ ഉള്ള ഓർഗൻസിന് നമുക്ക് CT സ്കാൻ എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരോ കേസസിൽ നമ്മൾ സെപ്പറേറ്റ് പഠിക്കണം, ഏതിലൊക്കെ MRI എടുക്കാം, ഏതൊക്കെ CT എടുക്കാം. പിന്നെ ന്യൂറോ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് MRI എടുക്കാം അതിന് വേണ്ടിയിട്ട്. ഓക്കെ, റിട്രോപെരിറ്റോണിയൽ സെല്ലിംഗ് ആണോ അല്ലയോ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഭയങ്കര എളുപ്പമാണ്. കാരണം നമുക്കറിയാം റിട്രോപെരിറ്റോണിയൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അബ്ഡമിനൽ സെല്ലിംഗ് അല്ലേ, അബ്ഡമിനകത്തുള്ള ഒരു സെല്ലിംഗ് ആണ്. അബ്ഡമിനകത്ത് ദർ ക്യാൻ ബി ടു ടൈപ്പ് ഓഫ് സെല്ലിംഗ്. ഇറ്റ് ക്യാൻ ബി ഇൻട്രാപെരിറ്റോണിയൽ സെല്ലിംഗ് ഓർ റിട്രോപെരിറ്റോണിയൽ സെല്ലിംഗ്. ഇപ്പം ഇൻട്രാപെരിറ്റോണിയൽ സെല്ലിംഗ് ആണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഇൻട്രാപെരിറ്റോണിയൽ സെല്ലിംഗ് ആണെങ്കിൽ നമ്മൾ പേഷ്യന്റിന്റെ നീ എൽബോ പൊസിഷനിൽ നിൽക്കുമ്പോൾ ആ സെല്ലിങ് ഫോൾ ഫോർവേഡ് ചെയ്യും. അതാണ് നമ്മൾ പറയുന്നത് ദെൻ ദാറ്റ് സെല്ലിംഗ് ഈസ് എന്താ ഇൻട്രാപെരിറ്റോണിയൽ. നമ്മളവിടെ വയറിൽ പിടിച്ചു നോക്കും, ഇപ്പം നമ്മുടെ ബവല്ലാതെ പിടിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോഴത്തേക്ക് അത് മൂവ് ചെയ്യുന്നില്ലേ. സോ ഏതൊരു
turn left or right, our abdominal contents will move left and right. And if you are on knee elbow position, all the content will fall forward. അതാണ് ഇൻട്രാപെരിറ്റോണിയൽ സെല്ലിങ്. പക്ഷെ റിട്രോപെരിറ്റോണിയൽ സെല്ലിങ്ങളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ വോണ്ട് ഫോൾ ഫോർവേഡ്. ഇപ്പം നീ എൽബോ പൊസിഷനിൽ ഐഡിയലി നിൽക്കുമ്പോൾ നമുക്കൊരു മുഴ ഉണ്ടെങ്കിൽ നമ്മൾ മുമ്പോട്ട് നീ എൽബോ നിൽക്കുമ്പോൾ അത് മുമ്പോട്ട് വീഴത്തില്ല. പക്ഷെ നമുക്കത് ക്ലിനിക്കലി നമുക്കത് എളുപ്പമല്ല നമുക്ക് അങ്ങനെ ചെയ്തു നോക്കാൻ. അപ്പം നമ്മൾ എക്സാം ടൈമിൽ നമ്മൾ പറഞ്ഞത് നമ്മൾ വി എക്സാമിൻ ദ പേഷ്യൻ ബൈ വീൽ ടിൽറ്റഡ് ദ പേഷ്യൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആൻഡ് ദ സ്വെല്ലിംഗ് ഡിഡിൻ മൂവ് ഫ്രം വൺ സൈഡ് ടു അനദർ. നോർമലി നമ്മൾ അബ്ഡമൽ സ്വെല്ലിംഗ് ഇൻട്രാ പെരിറ്റോണിയൽ സ്വെല്ലിംഗ് ആണെങ്കിൽ ടേൺ ചെയ്യുമ്പോൾ സ്വെല്ലിംഗ് ഔട്ട് മൂവ് ചെയ്യും. റിട്രോപെരിറ്റോണിയൽ സ്വെല്ലിംഗ് ആണെങ്കിൽ ഇറ്റ് വോണ്ട് മൂവ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ റിട്രോപെരിറ്റോണിയൽ സ്വെല്ലിംഗ് വോണ്ട് ക്രോസ് ദ മിഡിൽ ലൈൻ. തേർഡ് എന്ന് പറഞ്ഞാൽ റിട്രോപെരിറ്റോണിയൽ സ്വെല്ലിംഗ്സ് വിൽ ഓൾവേസ് ബി എൻലാർജിങ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ. അതൊരിക്കലും ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ ഇതാവത്തില്ല. അപ്പൊ അതിന്റെ സൈസ് എപ്പോഴും വെർട്ടിക്കലി ഓവലായിരിക്കും. അപ്പൊ ഈ മൂന്നെണ്ണം വെച്ചിട്ട് നമുക്ക് പറയുമ്പോൾ ഇറ്റ് ഇസ് റിട്രോപെരിറ്റോണിയൽ സ്വെല്ലിംഗ്. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. റിട്രോപെരിറ്റോണിയൽ ലിഫ് നോഡ് വരാം, സ്യൂഡോസിസ്റ്റ് ഓഫ് പാൻക്രിയാസ് വരാം. അതൊന്നും ഫോൾ ഫോർവേഡ് ചെയ്യത്തില്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ എപ്പിഗാസിൽ ഒരു സെല്ലിംഗ് ആയിരിക്കും. നമ്മൾ പേഷ്യന്റിനെ ലാറ്ററലോട്ട് ചരിക്കുമ്പോൾ ആ സെല്ലിങ്ങിൽ കൈ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കണം. അപ്പൊ സെല്ലിംഗ് അവിടെ തന്നെ ഇരിക്കും, ബാക്കി മൊത്തം അബ്ഡമൻ വിസറ ഇങ്ങോട്ട് മാറും. മനസ്സിലായോ? ദാറ്റ് ഈസ് ഹൗ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് റിട്രോപെരിറ്റോണിയൽ ഓർ നോട്ട്. എല്ലിസിന് മനസ്സിലായോ? ഓക്കെ. പിന്നെ അതർ ടെസ്റ്റുകൾ MRI, FNAC. മനസ്സിലായില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തോ. അപ്പം കുറച്ചുകൂടെ ചാറ്റപ്പ് ഞാൻ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഓക്കെ, ഈ സാധനം പറയാം റിട്രോപെരിറ്റോണിയൽ. ഓക്കേടാ. ഇനി MRI, FNAC ഒക്കെ നമ്മൾ ഓരോരോ ടെസ്റ്റ്. FNAC നമുക്ക് തൈറോയിഡ് ടെസ്റ്റ് സ്വെല്ലിങ്സിനെല്ലാം വേണം FNAC എടുക്കാം നമ്മുടെ. അപ്പോൾ അവർ ചോദിക്കാം, ഇതൊക്കെ വരുമ്പോൾ ചോദിക്കും ഈ ക്വാഡ്രപ്പിൾ അസസ്മെന്റ് എന്താ, ട്രിപ്പിൾ അസസ്മെന്റ് എന്താ. അപ്പോൾ FNAC എടുക്കുന്നത് ക്വാഡ്രപ്പിൾ അസസ്മെന്റ് തൈറോയിഡിനോട് വിളിച്ചതാണ്. ട്രൂക്കട്ട് എടുക്കുന്നത് ട്രിപ്പിൾ അസസ്മെന്റിനകത്ത് നമ്മുടെ ബ്രസ്റ്റിനകത്ത് എടുക്കാം അല്ലെ. എക്സിഷൻ ബയോപ്സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള എന്തൊരു സ്വെല്ലിംഗ് നമുക്ക് എക്സിഷൻ ബയോപ്സി എടുക്കാം. ഇൻസിഷൻ ബയോപ്സി നമ്മൾ എപ്പോഴും എടുക്കുന്ന എപ്പോഴാണ്? സപ്പോസ് നമ്മുടെ ടങ്ങിനകത്തൊരു ട്യൂമർ ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്കോമസൽ കാർസിനോമ നമ്മൾ സസ്പെക്ട് ചെയ്യുക ബോഡിയിൽ എവിടെയെങ്കിലും. അപ്പോൾ നമുക്കൊരു അതിന്റെ നോർമൽ ടിഷ്യൂന്നും അബ്നോർമൽ ടിഷ്യൂവും കൂടെ ഒരു വെഡ്ജ് എടുക്കും. അതാണ് നമ്മൾ ഇൻസിഷൻ ബയോപ്സി എന്ന് പറഞ്ഞാൽ. ഒരു വെഡ്ജ് എടുത്തിട്ട് നമ്മൾ ഇടും. അപ്പോൾ നോർമൽ ടിഷ്യൂ അതിനകത്ത് കാണുമല്ലോ, അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതാണ് ഇൻസിഷൻ ബയോപ്സി. എക്സിഷൻ ബയോപ്സി പറഞ്ഞാൽ നമ്മൾ സ്മാൾ 2 സെന്റിമീറ്റർ ലീഷൻ നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ ഇങ്ങനെ എക്സസൈസ് ഇറ്റ് ആൻഡ് ജസ്റ്റ് ടേക്ക്, അല്ലെങ്കിൽ ലിഫ്റ്റിനോടെ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും. കോർണിഡൽ ബയോപ്സി എടുക്കുന്നുണ്ടെങ്കിൽ ലാർജ് ഒരു മാസിൽ നമുക്ക് ബയോപ്സി എടുക്കണം. വി ക്യാൻ ടേക്ക് ട്രൂക്കട്ട് നീഡിൽ ആൻഡ് ടേക്ക് കോർണിഡൽ ബയോപ്സി. എക്സാമ്പിൾ ബ്രസ്റ്റ് ആണ് കോർണിഡൽ ബയോപ്സി ഉള്ളത്. ഹിസ്റ്റോപത്തോളജി എക്സാമിനേഷൻ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനി ലൈപ്പോമ, അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സ്ലൈഡാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെല്ലിങ് എല്ലാവർക്കും ചോദിക്കുന്നതാണ് ലൈപ്പോമ. ലൈപ്പോമയുടെ എല്ലാ സാധനങ്ങളും അറിഞ്ഞിരിക്കണം നമ്മൾ. ലൈപ്പോമ ഇസ് എ കോമണസ്റ്റ് ബിനൈൻ ട്യൂമർ arising from the subcutaneous fat encapsulated soft lobulated painless and freely mobile selling അല്ലേ. ഓക്കെ, അപ്പം ഇതിന്റെ കോമൺ മോസ്റ്റ് സൈറ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് അഡിപ്പോസ് ടിഷ്യൂവിന്റെ സെല്ലിംഗ് ആണ്. ഇറ്റ് ഇസ് എൻകാപ്സുലേറ്റഡ് സോഫ്റ്റ് ലോബുലേറ്റഡ് പെയിൻലെസ് ആൻഡ് ഫ്രീലി മൊബൈൽ. കോമൺ സൈറ്റ് എല്ലാം എവിടെ വേണമെങ്കിലും വരാം. നമ്മുടെ പഠനത്തിനനുസരിച്ച് നെക്ക്, ഷോൾഡർ, ബാക്ക്, ട്രങ്ക്, ഫോറാം, ബട്ടക്സ് എവിടെ വേണമെങ്കിലും വരാം. ബട്ട് പാം, സോൾസിൽ, സ്കാൽപ്പിൽ റയർ ആണെന്ന് പറയുന്നത്. ബട്ട് ദേ ക്യാൻ പ്രസന്റ് എനിവെയർ. യൂണിവേഴ്സൽ ട്യൂമർ ആണ്. മോസ്റ്റ് കോമൺ ടൈപ്പ് സബ്ക്യൂട്ടേനിയസ് ലൈപ്പോമയാണ്. ബാക്കി ഏത് ലെയറിൽ വേണമെങ്കിലും വരാം. ക്ലാസിക്കൽ സൈൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 4 സൈൻസ് ഉണ്ട്. ഫസ്റ്റ് ഈ സ്ലിപ്പ് സൈൻ, swelling slips away from the palpating finger because of the soft lobulated nature. Second is lobulation. നമുക്ക് പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ലോബുലേറ്റഡ് ആയിട്ടിരിക്കും, പോപ്കോൺ പോലെ ഇരിക്കും. പിന്നെ ഒരു ഡഫി ഫീൽ പറയാൻ പറ്റും. സോഫ്റ്റ് ആൻഡ് ഡഫ് ലൈക്ക് കൺസിസ്റ്റൻസി എന്ന് പറയാം. അപ്പോൾ ഡഫി ഫീൽ ഉണ്ട്, ഡോയി ഫീൽ ആണ്. ദാറ്റ്സ് എ കുഷൻ സൈൻ. കുഷൻ സൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഷർ കൊടുക്കുമ്പോഴത്തേക്ക് ആ സ്വെല്ലിംഗിൽ ഇൻറ്റൻഡ് ഔട്ട്. അപ്പം സ്ലിപ്പ് സൈൻ, ലോബുലേഷൻ, ഡഫി ഫീൽ ആണ്, കുഷൻ സൈൻ. ദീസ് ആർ ദ 4 ക്ലിനിക്കൽ സയൻസ്, ക്ലാസിക്കൽ സയൻസ് ഓഫ് എ ലൈപ്പോമ. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുമ്പോഴത്തേക്ക് നോർമലി 40 to 60 ഇയേഴ്സ് ആണ് പറഞ്ഞെങ്കിലും ബട്ട് നൗ ഇറ്റ് ഈസ് 20-30 ഇയേഴ്സുള്ള ആരിലും വരാം. സ്ലോ ഗ്രോയിങ്, പെയിൻലെസ്, സോഫ്റ്റ് ലോബുലേറ്റഡ്, വെൽ ഡിഫൈൻഡ്, ഫ്രീലി മൊബൈൽ ആണ്. സ്കിൻ നോർമൽ ആണ്. നോട്ട് ഫിക്സഡ് ടു സ്കിൻ, നോട്ട് ഫിക്സഡ് ടു ഡീപ്പോസിസ്, നോ റീജിയൻ നെഫ്രിനോപ്പതി. ഓക്കെ, അപ്പോൾ ബേസിക്കലി ക്ലാസിക്കൽ സയൻസ് മാത്രം ഓർത്താൽ മതി. ഫ്രീലി മൊബൈൽ ആണെന്ന് അറിയണം. ലൈപ്പോമയുടെ ഇൻവെസ്റ്റിഗേഷൻ ക്ലിനിക്കൽ ഡയഗ്നോസിന് അൾട്രാസൗണ്ട് ചെയ്യാം, FNAC ചെയ്യാം, MRI ഡീപ്പ് ലൈപ്പോമയ്ക്ക് ചെയ്യാം, ഹിസ്റ്റോപത്തോളജി ചെയ്യാം, എക്സസൈസ് ചെയ്ത് കളഞ്ഞിട്ട്. ട്രീറ്റ്മെന്റ് അസിംറ്റമാറ്റിക് ആണെങ്കിൽ വി ക്യാൻ ഡു, സിംഗിൾ ഒക്കെ ആണെങ്കിൽ ഒബ്സർവ് ചെയ്യാം. ബട്ട് ഇറ്റ്സ് എ ലാർജ് സ്വെല്ലിംഗ്, ഇറ്റ് ഈസ് കോസിംഗ് കംപ്രഷൻ ഓർ കോസ്മെറ്റിക് ഇഷ്യൂ, ദെൻ വി ക്യാൻ ഡു കംപ്ലീറ്റ് എക്സസൈസ്. ബട്ട് ഓൾവേസ് എക്സസൈസ് വിത്ത് ക്യാപ്സൂൾ, നെവർ ബ്രീച്ച് ദ ക്യാപ്സൂൾ. നമ്മൾ ക്യാപ്സൂൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്പില്ലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറ്റ് ക്യാൻ കോസ് റിക്കറൻസ്.
ഇൻട്രാമസ്കുലർ ലൈപ്പോമ ആണെങ്കിൽ വി ഓൾവേസ് ഗോ ഫോർ വൈഡ് എക്സിഷൻ ബിക്കോസ് റിക്കറൻസ് കുറച്ചും കൂടെ കോമൺ ആണ് ഇൻട്രാമസ്കുലർ ലൈപ്പോമയ്ക്ക്. ഇനി കോംപ്ലിക്കേഷൻസ് എടുക്കുമ്പോഴത്തേക്ക് കോസ്മെറ്റിക് ഡിഫോമിറ്റി, പ്രഷർ സിൻഡ്രോം, റിക്കറൻസ് ഒക്കെ വരാം. ഓക്കെ. ലൈപ്പോമ ചിലർ പറയുന്നത് ഇറ്റ് ക്യാൻ റയർലി ബിക്കം മലിഗ്നന്റ് എന്ന, ബട്ട് ലൈപ്പോസർക്കോമ എന്ന് വെച്ചാൽ ആക്ച്വലി ലൈപ്പോമയുടെ മെലൻഡർസർമേഷൻ അല്ല. ലൈപ്പോസർക്കോമ ഈസ് ഐഡിയലി ഡിഫറെന്റ് എൻറ്റൈറ്റി, അത് ലൈപ്പോമയുടെ ഒരു ബന്ധമില്ല. ഇറ്റ് ഈസ് എ സോഫ്റ്റ് ടിഷ്യൂ സർക്കോമ വിത്ത് ഫാറ്റ് കണ്ടന്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ ലൈപ്പോമ നോർമലി ഡസൻ ബിക്കം ലൈപ്പോസാർക്കോമ. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് ആരോട് പറയാം ലൈപ്പോമ ഉള്ള ഒരു പേഷ്യൻറ്റ് പേടിക്കേണ്ടത് ഒരിക്കലും ക്യാൻസർ ആവത്തില്ല, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. The most common mesenchymal tumor ആണ് ലൈപ്പോമ. കോമണസ്റ്റ് സോഫ്റ്റ് ടിഷ്യൂ ട്യൂമർ ആണ്. സ്ലിപ്പ് സൈൻ ക്യാരക്ടറിസ്റ്റിക് ആണ്. ബാക്കി എൻക്യാപ്സുലേറ്റഡ് ആണ്. ഡസ് നോട്ട് ട്രാൻസ്ലുമിനേറ്റ് പോസിറ്റീവ്. ഇനി വേറൊരു സംഭവമാണ് സ്യൂഡോ ഫ്ലക്ച്വേഷൻ. ചില ടൈമിൽ ഫാറ്റ് ലിക്വിഫൈഡ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഫ്ലക്ച്വേഷൻ പോലെ നമുക്ക് തോന്നും. ദാറ്റ് ഈസ് ആക്ച്വലി സ്യൂഡോ ഫ്ലക്ച്വേഷൻ. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ എ ഫീച്ചർ ലൈറ്റ്. അപ്പോൾ 5 സൈൻസ് വേണം. സ്ലിപ്പ് സൈൻ പറയാം, സ്യൂഡോ ഫ്ലക്ച്വേഷൻ പറയാം, ലോബുലേഷൻ പറയാം, ഡഫി ഫീൽ പറയാം, കുഷൻ സൈൻ പറയാം. ഓക്കെ, ഇതാണ് ലൈപ്പോമ. ഇനി അടുത്ത സോഫ്റ്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഫൈബ്രോമയാണ്. ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ചോദിക്കണേ, സ്പീഡിൽ പോവാം. ഫൈബ്രോമ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിനൈൻ ട്യൂമർ കമ്പോസ്റ്റ് ഓഫ് മെച്ചുവർ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞാൽ സ്ലോ ഗ്രോയിങ് ആയിരിക്കും, ഫേം, വെൽ ഡിഫൈൻഡ്, മൊബൈൽ, പെയിൻലെസ് ആയിട്ടായിരിക്കും. ഇവിടെ കയ്യിലും കാലിലൊക്കെ ഇങ്ങനെ ഫൈബ്രസ് ടിഷ്യൂസ് ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇതാണ് എൻക്യാപ്സുലേറ്റ് ആണ്, ബിനൈൻ ഫൈബ്രസ് ട്യൂമർ ആണ്. വി ക്യാൻ എക്സൈസ് ഇറ്റ് ഓൾസോ. ആണ് ഫൈബ്രോമ. അത് ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് ന്യൂറോ ഫൈബ്രോമ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. And neurofibroma is a benign tumor from the connective tissue of the peripheral nerve containing Schwann cells, fibroblastum, nerve fiber. അപ്പം ന്യൂറോഫൈബ്രോമ എന്ന് പറഞ്ഞാൽ നേർവിന്ന് വരത്തില്ല, നേർവിന്റെ കണക്റ്റീവ് ടിഷ്യൂ, അത് എന്തിന്ന് വേണമെങ്കിലും വരാം. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫൈബേഴ്സ് ഉണ്ടല്ലോ, ആക്ച്വലി ഇത് ട്രാവേഴ്സ് ദ നെയർ ഫൈബേഴ്സ് ട്രാവേഴ്സസ് ദ ട്യൂമർ, അങ്ങനെയാണ് ഇതിന്റെ പ്രത്യേകത. ഇതാണ് ഇതും ഷ്വാനോമയും തമ്മിലുള്ള വ്യത്യാസം. ഷ്വാനോമയിൽ എന്ന് പറഞ്ഞാൽ ഓൾ ദ ടിഷ്യൂ ഈസ് ഫ്രം ദ ഷ്വാൻ സെൽസ് ഉള്ളി, ബട്ട് ന്യൂറോഫൈബ്രോമയിൽ ഷ്വാൻ സെല്ലാവാം, ഫൈബ്രോബ്ലാസ്റ്റ്, നെയർ ഫൈബർ, എവിടെ നിന്ന് വേണമെങ്കിലും വരാം. എവിടെ നിന്നുള്ള കണക്റ്റീവ് ടിഷ്യൂ വേണമെങ്കിലും ട്യൂമർ ഉണ്ടാവും. എന്നിട്ട് ഇവിടെ ആണെങ്കിൽ നെർവ് ഫൈബേഴ്സ് ഈ ട്യൂമറിനകത്തൂടെ കയറി പോകുന്നുണ്ട് ന്യൂറോ ഫൈബ്രോമയിൽ. ഷാനമിൽ അങ്ങനെ സംഭവിക്കും. ന്യൂറോ ഫൈബ്രോമയിൽ ഒത്തിരി ടൈപ്പിൽ സിംഗിൾ ആയിട്ട് വരാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ന്യൂറോ ഫൈബ്രോമറ്റോസിസ് വരാം, മോണ്ടക്ലിനോസിൻ ഡിസീസ് വരാം, പ്ലെക്സിഫോം വരാം, എലിഫന്റിയാസിസ് ന്യൂറോ ഫൈബ്രോമറ്റോസ് പറഞ്ഞാൽ കാലിൽ വലിയ വലിയ ഇതായിട്ട് വരാം. പാക്കിഡെർമറ്റോസീൽ എന്ന് പറഞ്ഞാൽ സ്കിൻ ഫോൾഡുകളുള്ളതാണ്, നമുക്ക് പടങ്ങൾ കാണാം. ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഓർ ഫേം സ്വില്ലിംഗ് ആയിരിക്കും അലോങ് ദ കോഴ്സ് ഓഫ് എ നെർവ്. യൂഷ്വലി ന്യൂറോഫൈബ്രോമ എല്ലാം പെയിൻലെസ്. പടത്തിൽ കണ്ടില്ല ഒരുപാട് എണ്ണം ഉണ്ട്, ടിംഗ്ലിംഗ് സെൻസേഷൻ ഒക്കെ വരാം. ഇനി ഇതിൻ്റെ ഇടയിൽ കാണുന്ന ഈ സ്പോട്സ് ഇല്ലേ, ദീസ് ആർ കോൾഡ് കഫയോളി മൈക്യൂൾസ്. കഫയോളി മൈക്യൂൾസിന് ന്യൂറോഫൈബ്രോമിൽ മൾട്ടിപ്പിൾ ലീഷൻസ് ആയിട്ട് പ്രസന്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ന്യൂറോഫൈബ്രോമ കഴിഞ്ഞു. സെക്കൻഡ് ഉള്ളത് പ്ലസിഫോം ന്യൂറോഫൈബ്രോമ. ഇതാണ് പ്ലസിഫോം ന്യൂറോഫൈബ്രോമ. ന്യൂറോഫൈബ്രോമറ്റോസിസ് വണ്ണിൻ്റെ ഒരു ടിപ്പിക്കൽ ഫീച്ചറാണ് ബാഗോ ബോംസ് ഫീൽ വരും, ഡിഫ്യൂസ് തിക്കനിങ് ഓഫ് നെർവ്സ് ഉണ്ടായിരിക്കും, ഗ്രോസ് ഡിഫോമിറ്റി ഉണ്ടാവും. നോർമലി ട്രൈജമൽ നെർവിനാണ് ഇത് ഇൻവോൾവ് ചെയ്യുന്നത്. ഐലിഡ് ഇൻവോൾവ്മെന്റ് കോസസ് എസ് സ്റ്റേബിൾ ഡിഫോമിറ്റി. എലിഫന്റിയസിസ് ന്യൂറോഫൈബ്രോസ് എന്ന് പറഞ്ഞാൽ കാലില്ലാത്ത ഫൈബറസ് ടിഷ്യൂവിന്റെ റീപ്ലേസ് ചെയ്തിട്ട് വലിയ വലിയ ന്യൂറോഫൈബ്രോമാസ് വരും. സ്കിൻ വിൽ ബി കോഡ്സ് ആൻഡ് തിക്കൻഡ്. ഇപ്പൊ എലിഫന്റിയസിസ് പോലെ ഇരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ആ പേര് വന്നത്. ഇനി പാക്കിഡെർമറ്റോസിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരുപാട് സ്കിൻ ഫോൾഡ് ഉള്ള ഒരു കണ്ടീഷനാണ്. റയർ വരേണ്ട പ്ലസിഫോ ന്യൂറോഫൈബ്രോമ, മാസി ഫോൾഡ് ഓഫ് ഹാങ്ങിങ് സ്കിൻ. നോർമലി നെക്കിലാണ് വരാറ്, ആക്സിലൊക്കെ വരാം, ഗ്രോസ് കോസ്മെറ്റിക് ഡിഫോമിറ്റി വരും. ഇതിനാണ് ന്യൂറോഫൈബ്രോമയുടെ വേരിയൻസ്. ഇനി ന്യൂറോഫൈബ്രോമ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ നെർവ് ഇൻവോൾവ്മെന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് MRI എടുത്ത് നോക്കണം. FNAC, ബയോപ്സി, ജനറ്റിക് ഇവാലുവേഷൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂറോഫൈബ്രോമ 1 ജീൻ NF1 ജീൻ നോക്കണം. ഐ തിങ്ക് ക്രോമോസോം 17 ആണെന്ന് തോന്നുന്നു NF1, ക്രോമോസോം 22 തോന്നുന്നു NF2. ഇപ്പോൾ ന്യൂറോഫൈബ്രോമിൻ 1 ജനറ്റിക് ഇവാലുവേഷൻ ചെയ്ത് നോക്കണം. ട്രീറ്റ്മെന്റ് ഒബ്സർവേഷൻ ആണ്. സിംറ്റമാറ്റിക് ആണെങ്കിൽ ഒരുപാട് സിംറ്റംസ് ഉള്ള 1 or 2 ന്യൂറോഫൈബ്രോമ കൊണ്ട് ഭയങ്കര പെയിൻഫുൾ ഒക്കെ ആണെങ്കിൽ വി ക്യാൻ എക്സൈസ് ഇറ്റ്, നോ പ്രോബ്ലം. ഓക്കെ, പക്ഷെ നമുക്ക് എല്ലാം എക്സൈസ് ചെയ്യാൻ പാടായിരിക്കും. ന്യൂറോഫൈബ്രോമയുടെ ക്രൈറ്റീരിയ ജസ്റ്റ് അറിഞ്ഞു വെക്കുക. 6 ക്രൈറ്റീരിയസ് ഉണ്ട്, അത് 2 or more എണ്ണം വരണം. അപ്പോൾ 6 കഫയോളി മാക്യൂൾസ് ഉണ്ടാവും, ആക്സിലറി ഒറിജിനൽ ഫ്രെക്ലിംഗ്, 2 ന്യൂറോഫൈബ്രോമാസ് ഓർ 1 പ്ലസിഫോ ന്യൂറോഫൈബ്രോമ, ഒപ്റ്റിക്ലോമ, ലിഷ്നോഡ്യൂൾ, സ്പീനോഡ് ഡിസ്പ്ലേഷ്യ, ഫസ്റ്റ് റിലേറ്റീവ്. അങ്ങനെ 7 എണ്ണത്തിൽ 2 എണ്ണം വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഈസ് ഹാവിങ് ന്യൂറോഫൈബ്രോമ സിൻഡ്രോം. ഇനി കോംപ്ലിക്കേഷൻസ് ആയിട്ട് കോസ്മെറ്റിക് ഡിഫോമിറ്റി, ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് വരാം, മലിഗ്നന്റ് പെരിഫറൽ നെർവ് ട്യൂമേഴ്സ് ഒക്കെ വരാം. അസോസിയേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഫീച്ചേഴ്സ് അറിയണം. കഫയോളി സ്പോട്സ്, പ്ലസിഫോ ന്യൂറോഫൈബ്ര, NF1, നെയറിയം പാസിംഗ് ത്രൂ ട്യൂമർ, അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്സുകൾ. ബേസിക്കലി ഇത്ര കാര്യങ്ങൾ അറിഞ്ഞാൽ ന്യൂറോഫൈബ്ര ചോദിച്ചു കഴിയുമ്പോൾ എല്ലാം നമ്മൾ കവേർഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ക്രൈറ്റീരിയ ചിലപ്പോൾ ചില സാറന്മാർ ചോദിക്കാം, ഈ ഫൈബ്രോമ വരുമ്പോൾ അവർ ചോദിക്കാം അതിൻ്റെ ഒരു വേരിയന്റ് ന്യൂറോഫൈബ്ര അങ്ങനെ അങ്ങനെ പോകും. അപ്പം ഇതറിഞ്ഞിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് ഷാനോമ. ഷാനോമ ഇസ് ഓൾസോ കോൾഡ് നൂറിലെമോമ. അപ്പോൾ ബിനൈൻ എൻക്യാപ്സുലേറ്റഡ് ട്യൂമർ ആണ്, ഷ്വാൻ സെൽസിന്റെ വരുന്നത്. മറ്റേന്ന് വെച്ചാൽ ഷ്വാൻ സെൽസിൽ നിന്ന് വരാം,
എവിടെ നിന്ന് വേണമെങ്കിലും വരാം, നെർവ് ഫൈബേഴ്സിൻ്റെ കവറിംഗ് നിന്ന് വരാം, ഓക്കെ, കണക്ട് ടിഷ്യൂസ് വരാം. പക്ഷേ ഇവിടെ ജസ്റ്റ് ഷ്വാൻ സെൽസ് മാത്രമേ. ടിപ്പിക്കൽ എക്സാമ്പിൾ നമ്മൾ ENT പഠിച്ചില്ലേ, വെസ്റ്റിബുലാർ ഷോർണമ, അക്കൂസ്റ്റിക് ന്യൂറോമ, അത് വാങ്ങുന്നതിൻ്റെ മോസ്റ്റ് കോമൺ എക്സാമ്പിൾ ആയിട്ട് അവർ പറയുന്നത്. പെരിഫറൽ നെർവിൻ്റെ മീഡിയ സ്റ്റേണത്തിലൊക്കെ വരാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പോസ്റ്റീരിയർ മീഡിയ സ്റ്റേണത്തിൽ ഒരു ട്യൂമർ തുടങ്ങിയ മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി ഷാനോമ. ഓക്കെ, നമ്മൾ ചില ആൾക്കാരുടെ CT എടുക്കുമ്പോഴും എക്സ് എടുക്കുമ്പോഴൊക്കെ അസിംറ്റമാറ്റിക് ആയിരിക്കും, ബട്ട് ഇൻസിഡൻ്റലി അവരുടെ പോസ്റ്റീരിയർ മീഡിയസിൽ 3 or 4 cm ആയിട്ട് വലിയൊരു ട്യൂമറാണ് മീഡിയ സ്റ്റേണത്തിൽ. ഹാർട്ടിൻ്റെ പുറകിൽ ലങ്സിൻ്റെ ഇടയിലുള്ള സ്പേസിൽ കാണാം. അപ്പോൾ അവർ നമ്മൾ വീഡിയോ അസിസ്റ്റൻറ്റ് തൊറാക്കോസ്കോപ്പിക് സർജറി ചെയ്ത് റിമൂവ് ചെയ്യും. അപ്പോൾ ഇറ്റ് ഇസ് എ ബിനൈൻ ട്യൂമർ, ബട്ട് ഇറ്റ്സ് എ ബിഗ് ട്യൂമർ നോർമലി. അപ്പോൾ അത് ഷോനോമ ആയിരിക്കും. അപ്പം ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് നെർവ് ഫൈബേഴ്സ് ആർ ഡിസ്പ്ലേസ്ഡ് അറൗണ്ട് ദ ട്യൂമർ, സോ ദേ ഡസ് നോട്ട് പാസ് ത്രൂ ഇറ്റ്. അപ്പം ഇറ്റ് ഡസൻ ഇൻവോൾവ് ഡയറക്ട്ലി ദ നെർവ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഓക്കെ, പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇസ് കംപ്ലീറ്റ് എക്സെഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് നെർവ്. അപ്പോൾ ഇതൊരു സർജിക്കൽ ഇതാണ്, എൻറ്റിറ്റിയാണ്. വി ഹാവ് ടു ഡു ഓപ്പറേഷൻ ഫോർ ദിസ് കേസ്. ഓക്കെ, ഇനിയുള്ളത് അതിൻ്റെ ക്യാപ്സ്യൂട്ട് ആണെങ്കിൽ ഫോം സ്മൂത്ത് ആണ്, 1 to 2 cm ദേ അലോങ് ദ കോഴ്സ് ഓഫ് നെർവ് ആയിരിക്കും. ഇവർക്ക് റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, നെർവിന് അടുത്തൂടെ പോകുന്നുണ്ട്. ലിഫിഡിനോപ്പതി ഒന്നുമില്ല. നെർവ് ഫൈബേഴ്സ് ആർ ഡിസ്പ്ലേസ്ഡ്, അതുകൊണ്ട് അവർ നെർവിനെ കംപ്രസ് ചെയ്യും. പിന്നെ മാലിൻ ട്രാൻസ്ലേഷൻ ഭയങ്കര റയർ ആണ്. പിന്നെ ഇതിന് നമ്മൾ ഹിസ്റ്റോളജിയിൽ പഠിച്ചിട്ടില്ലേ, തിക്ക് സെല്ലുലർ ഗ്രൂപ്പ്സ് ആർ കോൾഡ് ആന്റണി എ ആൻഡ് തിൻ സെല്ലുലർ ഗ്രൂപ്പ്സ് ആർ കോൾഡ് ആന്റണി ബി. ആൻഡ് ഇതിനകത്ത് കുറച്ച് പാലിസെല്ലാം ന്യൂക്ലിയസ് എല്ലാം പഠിക്കുന്ന വെറോക്കി ബോഡീസ് ഉണ്ടാവും. ഇതൊക്കെ പത്തോളജിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറഞ്ഞു. ന്യൂറോഫൈബ്രമോസിസ് ഷാനോമ ഓൾറെഡി നമ്മൾ പറഞ്ഞു. ന്യൂറോഫൈബ്രോമയിൽ ക്യാപ്സ്യൂൾ ഇല്ല, ഷാനോമയിൽ ക്യാപ്സ്യൂൾ കാണും. ന്യൂറോഫൈബ്രോമ എൻ്റയർ നെർവിൽ ഉണ്ടാവും. ഇത് ഷാൻസിൽ നിന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നെർവൈബർ വിൽ പാസ് ത്രൂ ട്യൂമർ ഇൻ ന്യൂറോഫൈബ്രോമ, ഡിസ്പ്ലേസ്ഡ് അറൗണ്ട് ദ ട്യൂമർ ഇൻ ഷാനോമ. Multiples are seen in common in neurofibromatosis 1 only, but Sharama is mostly only single. Malignant change can occur in neurofibroma and Sharama is extremely rare. Like excision difficult ആണ് neurofibroma, Sharama നമുക്ക് easy ആയിരിക്കും, single lesions ഉള്ളൂ. And also nerve is not passing through the tumor, അതുകൊണ്ട് നമുക്ക് എക്സസൈസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ലിംഫാൻജിയോമ. ലിംഫാൻജിയോമ എന്ന് പറയുന്നത് ബിനൈൻ കൺജനിറ്റൽ മാൽഫർമേഷൻ ഓഫ് ലിംഫാറ്റിക് വെസൽസ് ആണ്, മോസ്റ്റ്ലി ഡ്യൂ ടു സീക്വസ്ട്രേഷൻ ഓഫ് പ്രിമിറ്റീവ് ലിംഫാറ്റിക് സാക്സ്. അപ്പം ലിംഫാറ്റിക് സാക്ക് എല്ലാം കൂടെ ഒറിജിനൽ നോർമൽ ലിംഫാറ്റിക്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വരത്തില്ല. അതുകൊണ്ട് കുറച്ച് ലിംഫാറ്റിക് സാക്ക് അവിടെ ഇവിടെ ഐസൊലേറ്റ് ആയിട്ട് ഗ്രൂപ്പ് ആയിട്ട് കിടക്കും. അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. ഓക്കെ, ഇപ്പം നമ്മൾ ടൈപ്പ് സിമ്പിൾ ഉണ്ട്, കാവർണോസ് ഉണ്ട്, സിസ്റ്റിക് ഉണ്ട്. സിമ്പിൾ ഈസ് കോൾഡ് കാപ്പിലറി ലിംഫാൻജിയോമ. അങ്ങനെ കാപ്പിലറി ലിംഫാൻജിയോമ, ലിംഫാൻജിയോമ സർക്കംസ്ക്രിപ്റ്റം, ഈ കാണുന്ന സാധനം ആക്സില, ഷോൾഡർ, ബട്ടക്സിലൊക്കെ വരാം. സിൻസ് ബർത്ത് ഉണ്ടായിരിക്കും. ഇതിൽ ക്ലിയർ ലിംഫ് ഉണ്ട്, ഫ്ലക്ച്വേഷൻ കാണും, ഫ്രൂട്ട്സിലൊക്കെ കാണും. ഇതും ബില്ലിയൻ ട്രാൻസ്ലുമിനൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് അല്ല. ക്യാവർണോസ് ലിംഫാൻജിയോമ എന്ന് പറഞ്ഞാൽ ലാർജറായിട്ട് ലിംഫാറ്റിക് ചാനൽസ് ആണ്, സബ്ക്യൂണസ് ടിഷ്യൂ ആണ്, ഫേസ്, നെക്ക്, ടങ്ങിലെല്ലാം കാണാം. സോഫ്റ്റ് ലോക്കലായിട്ടാണ്, ബില്ലിയൻ ട്രാൻസ്ലുമിനേഷൻ കാണും. ഇതിനകത്ത് മസിൽ ഫൈബേഴ്സ് ഇടയിൽ കാണും ക്യാവർണോസിനകത്ത്, അതുകൊണ്ട് എക്സിഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ഈ സാധനമാണ് സിസ്റ്റിക് ഹൈഗ്രോമ. സിസ്റ്റിക് ഹൈഗ്രോമ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടൈപ്പ് ഓഫ് ലിംഫാൻജിയോമ. ഇറ്റ്സ് എ മൾട്ടി ലോക്കലായിട്ട് കൺജനറ്റൽ അറൈസ് ചെയ്യുന്ന ജുഗുലാർ ലിംഫ് സാക്ക്. അപ്പോൾ ജുഗുലാർ വെയിൻസിൻ്റെ ലിംഫ് സാക്കിൽ നിന്നാണ് വരുന്നത്. അപ്പം നെക്കിൽ വരാം, ആക്സിലയിലൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ഹൈഡ്രോസിൽ ഓഫ് നെക്ക്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ട്രാൻസ് ഇലുമിനേഷൻ, ബ്രില്ലൻലി ട്രാൻസ് ഇലുമിനേഷൻ. നമ്മൾ ഒരു സൈഡിൽ ലൈറ്റ് അടിക്കും, ടോർച്ച് വെച്ച് അടിക്കും, അപ്പുറ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. നോർമലി നമ്മളൊരു എക്സ്റേ ഇങ്ങനെ മടക്കി എടുത്തുകൊണ്ട് പോകണം നമ്മൾ നോക്കാൻ വേണ്ടി. എക്സ്റേ എല്ലാവരും കൊണ്ടുപോകണം, ഒരു ചെറിയ ടോർച്ചും വേണം, ഇപ്പോഴേ അറിയാൻ പറ്റും. നമുക്ക് ഹൈഡ്രോസീലും ഇതേ കൂട്ട് കിട്ടും. ഇറ്റ് ഇസ് ഓൾസോ ഹൈഡ്രോസീൽ ഓഫ് നെക്ക്. പോസ്റ്റീരിയർ ട്രയാങ്കിൾ ഓഫ് നെക്ക് ആണ് മോസ്റ്റ് കോമൺ, സെക്കൻഡ് ആക്സില. ഇതിൻ്റെ ഈ കളർ അടിച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് അറിയേണ്ടത്. ലോ ബ്ലഡഡ്, പെയിൻലെസ്, ഫ്ലക്ച്വൽ മാസ് ആയിരിക്കും, ബ്രില്ലൻലി ട്രാൻസ്ലുമിനൻ്റ്, പാർഷ്യലി കംപ്രസിബിൾ. ഓക്കെ, പിന്നെന്തായിരിക്കും അസിംറ്റമാറ്റിക് ആൻഡ് ഒബ്സർവേഷൻ, സിംറ്റമാറ്റിക് ആൻഡ് കംപ്ലീറ്റ് സർജിക്കൽ എക്സിഷൻ. ഇനി എക്സിഷൻ പോസിബിൾ അല്ലെങ്കിൽ വെരി ഇമ്പോർട്ടൻറ്റ്, വി ക്യാൻ ഡു ഡീ ബൾക്കിംഗ്, കുറച്ച് മാത്രം റിമൂവ് ചെയ്യും. ഓർ വി ക്യാൻ ഓൾസോ ഇൻജെക്ട് സ്ക്ലീറോസിൻ. അത് 3 പേര് ഇൻജെക്ട് ചെയ്യും. ഒന്ന് OK-432. OK-432 is an agent used for sclerosing cystic hygroma. Second is bleomycin. നമുക്ക് ബ്ലിയോമൈസിൻ ഇൻജെക്ട് ചെയ്യാം. തേർഡ് ഡോക്സിസൈക്ലിൻ. ഇത് 3 അവർ ചോദിക്കുന്നത്. വാട്ട് ആർ ദ തിങ്സ് വി ക്യാൻ ഇൻജെക്ട്? OK-432, ബ്ലിയോമൈസിൻ, ഡോക്സിസൈക്ലിൻ. ഇത് 3 ഇൻജെക്ട് ചെയ്യാൻ പറ്റും. കോംപ്ലിക്കേഷൻ ഇൻഫെക്ഷൻ, റപ്ചർ ഉണ്ടാവും, എയർവേ ഒബ്സ്ട്രക്ഷൻ വരാൻ, ഡിസ്പേജ് വരാം. ദീസ് ഗൈസ് ക്യാൻ ഓൾസോ ഹാവ് ഒബ്സ്ട്രക്റ്റഡ് ലേബർ. അല്ലേ, കുഞ്ഞുനാളിൽ ഇവർക്ക് കാരണം ഒരു ഷോർട്ടർ ഡിസ്റ്റോഷൻ, ഒബ്സ്ട്രക്റ്റഡ് ലേബർ അതേപോലെയൊക്കെ വരാം. ഇൻവെസ്റ്റിഗേഷൻ അൾട്രാസൗണ്ട്, CT, MRI ഒക്കെ എടുക്കാം, FNAC. ഇത്രയേ ഉള്ളൂ. ഹെമാൻജിയോമ എന്ന് പറഞ്ഞാൽ ഒരു വാസ്കുലർ മാൽഫർമേഷൻ ആണ്. ക്യാപ്പിലറി വരാം, ക്യാവർണോസ് വരാം, പ്ലക്സിഫം വരാം, കൺജിനൈറ്റൽ വരാം, ഗ്ലോമസ് ട്യൂമർ വരാം. ക്യാപ്പിലറി ഹെമാൻജിയോമയിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിൻസ് ബർത്ത് ആയിരിക്കും, ബ്രൈറ്റ് റെഡ് ലീഷൻ ആണ്,
ഫ്ലാറ്റ് ഓർ സ്ലൈറ്റ്ലി എലവേറ്റഡ് ആയിരിക്കും ഇവിടെ. പ്രഷർ ചെയ്യുമ്പോൾ അത് ബ്ലാഞ്ച് ആവും. കളർ വെക്കുമ്പോൾ നിൽക്കുമ്പോൾ കൈ വിടുമ്പോൾ കളറങ്ങ് മാറും. ഓക്കെ, അപ്പോൾ ടൈപ്സ് ആണ് എക്സാമ്പിൾ സ്പോട്ട് വൈൻ സ്റ്റെയിൻ. അത് ചില ആൾക്കാരുടെ ഫേസിലുണ്ടല്ലോ, ഇറ്റ് ഇസ് പെർസിസ്റ്റന്റ് ക്യാപ്പിലറി മാൽഫോർമേഷൻ, അത് മാറത്തില്ല. പിന്നെ സാൽമൺ പാച്ച് ആണ്. നോർമലി ഇത് മിഡ് ലൈൻ ഫോർഹെഡിലോ ഓർഫിപ്പിഡിലൊക്കെ ആയിരിക്കും. ഇൻഫൻസിയിൽ അതങ്ങ് ഡിസപ്പിയർ ആവും. സ്പൈഡറിനെ നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ, ലിവർ ഡിസീസ് പ്രഗ്നൻസിയിലൊക്കെ കാണുന്നതാണ്. സെൻട്രൽ ആർട്ടീരിയലുള്ളതാണ് റേഡിയേറ്റിംഗ് ക്യാപ്പിലറീസ്. പിന്നെ ക്യാമ്പൽ ഡി മോർഗൻ സ്പോട്സ് ഉണ്ട്, അതും എൽഡറിൽ കാണുന്ന ബ്രൈറ്റ് ടിപ്പ് പാപ്പിൾ, ഇതൊക്കെ കാണുന്ന ക്യാപ്പിലറി ഹെമാൻജിയോമസ്. പിന്നെ ക്യാവർനോസ് ഹെമാൻജിയോമ എന്ന് പറഞ്ഞാൽ ബ്ലൂയിഷ് കംപ്രസിബിൾ ലീഷൻസ് ആണ്. കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അത് കുറച്ചുകൂടെ വലുതാവും. ഫേസിൽ ഇപ്പോൾ ടങ്ങും ബ്രെയിനിലൊക്കെ ഉണ്ടാവും. ബ്ലീഡിങ്, അൾസറേഷൻ, അങ്ങനെ കോംപ്ലിക്കേഷനാണ്. പ്ലസിഫോം ഹെമാൻജിയോമ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഹെമാൻജിയോമാണ്. അത് ഒരുപാട് നെറ്റ്വർക്ക് ഓഫ് ഡയലേറ്റഡ് ആർട്ടറീസിനോട് ചേർന്നിരിക്കുന്നത്. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ബാഗ് ഓഫ് വർംസ് എന്ന് പറയും. ഇനി കൺജനറ്റൽ ലെവി ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ അവർ വാം ലെഗ് ആയിരിക്കും, ലോക്കൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, ബ്രൂയിങ് ത്രില്ലൊക്കെ അതിനകത്ത് കാണും. അതും ഇറ്റ് ഈസ് ഓൾസോ എൻ ഹെമാൻജിയോമ. നമുക്ക് പക്ഷേ ഈ ഹെമാൻജിയോമസ് ഒന്നും അല്ല ഇവിടെ. നമുക്ക് വേണ്ട ഹെമാൻജിയോമ ഇവനാണ്, glomus tumor. It is a hemangioma of the subungual region of fingers. ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ട്രയാഡ് സിവിയർ പാരോക്സിസ്മൽ പെയിൻ, പിൻ പോയിന്റ് ടെൻഡർനെസ് ആൻഡ് കോൾഡ് സെൻസിറ്റിവിറ്റി. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞാൽ ടൈനി ബ്ലൂയിഷ് റെഡ് സെല്ലിംഗ് ആയിരിക്കും. യൂഷ്വൽ ലെസ് ദാൻ 1 cm പി സൈസിലായിരിക്കും. ടൈഗർ ടെൻഡറിലേക്ക് ഡസ്റ്റ് ഓൺ ബ്ലാഞ്ച് ഓൺ പ്രഷർ. ട്രീറ്റ്മെന്റ് ഈസ് കംപ്ലീറ്റ് എക്സിഷൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചോദിക്കും. ഡിഫറൻസസ് ലിംഫാൻജിയോമ നമ്മൾ പറഞ്ഞതാണ്. ലിംഫാൻജിയോമ ലിംഫാറ്റിക് വെസൽസ്, ഹെമാൻജിയോമ ബ്ലഡ് വെസൽസ്. നോർമൽ സ്കിന്ന് റെഡ് ഓർ ബ്ലൂ ആയിരിക്കും അവിടെ. ഇവിടെ സ്ലൈറ്റ്ലി കംപ്രസിബിൾ, മറ്റേത് ഹെമാൻജിയോമസ് മാർക്കലി കംപ്രസിബിൾ. ലിംഫാൻജിയോമസ് വെള്ളി ട്രാൻസ്ലൂമിനന്റ്. ബ്രൂയി ത്രില്ല് ബ്ലീഡിംഗ് എല്ലാം ഹെമാൻജിയോമയില കാണുന്നത്. കോമണസ്റ്റ് സിസ്റ്റിക് ഹൈഗ്രോമിയ, ഇതൊരു കാപ്പിലറി ഹെമാൻജിയോമ. ഓക്കെ, അതിലേ ഉള്ളൂ. കുറച്ച് വൈവ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് ഞാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്, വായിച്ചു നോക്കിയാൽ. പിന്നെ ഡെർമോയിഡ് സിസ്റ്റം എങ്ങോട്ട് നമുക്ക് തീരുമാനം പെട്ടെന്ന് കൂടെ പറയാം. ഡെർമോയിഡ് സിസ്റ്റം എന്ന് പറയുന്നത് സീക്വസ്ട്രേഷൻ ഡെർമോയിഡ് ഉണ്ട്, ഇംപ്ലാന്റേഷൻ ഡെർമോയിഡ് ഉണ്ട്, ടെറാറ്റോമസ് ഡെർമോയിഡ്, ട്യൂബുലർ എപ്പിഡെർമോയിഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് സർജറിയിൽ വേണം രണ്ട് ഡെർമോയിഡ്, സീക്വസ്ട്രേഷൻ ഡെർമോയിഡ് ആൻഡ് ഇംപ്ലാന്റേഷൻ. ടെറാറ്റോമ ഓവറിയിലാണ്, നമുക്ക് ആവശ്യമില്ല. ട്യൂബുലർ എംബ്രിയോണിക് ഡെർമോയിഡ് എക്സാമ്പിൾ എന്താ അറിയോ? വാട്ട് ഈസ് ട്യൂബുലർ എംബ്രിയോണിക് ഡെർമോയിഡ്? മുൻകൂട്ടി പറയാം ആരെങ്കിലും? തൈറോഗ്ലോസൽ സിസ്റ്റ് ഒരു ട്യൂബുലർ എംബ്രിയോണിക് ഡെർമോയിഡ് എന്ന് പറയാം. ഓക്കെ, ട്യൂബുലർ എംബ്രിയോണിക് ഡെർമോയിഡ് ഈസ് തൈറോഗ്ലോസൽ സിസ്റ്റ്. അപ്പോൾ നമുക്ക് സീക്വസ്ട്രേഷൻ ഡെർമോയിഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? എംബ്രിയോണിക് ഫ്യൂഷൻ ലൈൻസിൽ വരുന്നത്. അപ്പം മിഡ് ലൈനിലോ ലാറ്ററലോ ഫ്യൂഷൻ ലൈൻസിൽ വരുന്നതായിരിക്കും അത്. അപ്പോൾ കെരാറ്റിൻ, സെബേഷ്യസ് മെറ്റീരിയൽ, ഹെയർ, കൊളസ്ട്രോൾ ക്രിസ്റ്റൽസ് ഒക്കെ വരാം. സ്കിൻ അപ്പൻഡേജസ് ഒക്കെ അതിനകത്ത് കാണാം. അറ്റ് ബർത്ത് ആയിരിക്കും, സ്ലോ ഗ്രോയിങ്, പെയിൻലെസ് ആയിരിക്കും. റൗണ്ട് ഓർ ഓവൽ സ്വെല്ലിങ്, സ്മൂത്ത് സർഫസ്, വെൽ ഡിഫൈൻഡ് മാർജിൻ, സ്കിൻ അപ്പിയേഴ്സ് നോർമൽ, പങ്ക്ടം ഒന്നുമില്ല. പാൽപേറ്റ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ടു സിസ്റ്റിക് കൺസിസ്റ്റൻസി ആയിരിക്കും. ഫ്ലക്ച്വേഷൻ നോർമലി പോസിറ്റീവ് ആയിരിക്കും. ഫ്ലൂഡ് ഉണ്ടല്ലോ, സിസ്റ്റ് അല്ലേ, നോൺ ബട്ട് ഇതൊന്നും ട്രാൻസ്ലുമിനൻ്റ് അല്ല. സ്കിന്ന് ഫ്രീ ആയിരിക്കും. പിന്നെ ഫ്രീലി മൊബൈൽ ഓവർ ഡീപ്പസ്റ്റ്, സ്ലിപ്പ് സൈൻ ആബ്സെന്റ് ആണ്. ഒരേ ഒരു സൈൻ ഈസ് ബോൺ ഇൻഡന്റേഷൻ. കാരണം ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ഉണ്ട്. ബോണിനകത്ത് നമ്മളിങ്ങനെ സ്വെല്ലിങ്ങിനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ബോണിനകത്ത് നമുക്ക് ചെറിയൊരു ഡിപ്രഷൻ ഫീൽ ചെയ്യാൻ പറ്റും. ഇൻഡന്റേഷൻ ഓഫ് ബോൺ ഈസ് only sign in a dermoid cyst. ഓക്കെ, അപ്പോൾ ഡെർമോയിഡ് സിസ്റ്റ് നമുക്ക് അറിയേണ്ട ഡെർമോയിഡ് സിസ്റ്റ് നമ്മൾ പറഞ്ഞില്ല. സീക്വസ്ട്രേഷൻ ഡെർമോയിഡും ഇംപ്ലാന്റേഷനുമാണ്. സീക്വസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഈ ലൈൻ ഓഫ് ഫ്യൂഷൻ, ഇതൊക്കെ ടിപ്പിക്കൽ സൈറ്റ് ഓഫ് സീക്വസ്ട്രേഷൻ ഡെർമോയിഡാണ്. ഇംപ്ലാന്റേഷൻ നമ്മളെ കയ്യിൽ ഒരു ട്രോമ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു നീഡിൽ പ്രിക്ക് കിട്ടുമ്പോൾ, ത്രോൺ പ്രിക്ക് കിട്ടുമ്പോൾ അവിടെ തന്നെ അക്വേർഡ് അല്ല ഇംപ്ലാന്റേഷൻ ഡെർമോയിഡ്. അപ്പോൾ ഡെർമോയിഡിന് 4 ടൈപ്പ് പറഞ്ഞാൽ ഓർക്കണം. സീക്വസ്ട്രേഷൻ കൺജനൈറ്റൽ ഡെർമോയിഡ്, ഇംപ്ലാന്റേഷൻ ഡെർമോയിഡ്, അക്വേർഡ് ഡെർമോയിഡ്, ടെറാറ്റോമാറ്റസ് ഡെർമോയിഡ് ആൻഡ് ട്യൂബുലർ എംബ്രിയോണിക് ഡെർമോയിഡ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം കൺജനൈറ്റൽ ഡെർമോയിഡിന്റെ മോസ്റ്റ് കോമൺ സൈഡ് എക്സ്റ്റേണൽ ആംഗുലർ റീജിയൻ, ഔട്ടർ ക്യാൻസസ്. പിന്നെ പോസ്റ്റ് ഓറിക്കുലർ റീജിയൻ വരാം, മിഡ് ലൈൻ സ്കാൽപ്പിൽ വരാം, റൂട്ട് ഓഫ് നോസിലൊക്കെ വരാം. ഇംപ്ലാന്റേഷൻ ഫിംഗേഴ്സ് ആൻഡ് പാംസിൽ വരാം. ഡെർമോയിഡ് സിസ്റ്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ അൾട്രാസൗണ്ട്, CT സ്കാൻ ഒക്കെയാണ്. MRI എടുക്കാം. ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് എക്സസൈസ് വിത്ത് ക്യാപ്സൂൾ ആയിരിക്കും. ഇനി സർജറി ചെയ്യുന്നതിനോ ബ്രെയിനുള്ളിലോ എക്സ്ക്ലൂഡ് ഇൻവോൾവ് ചെയ്യുന്നതിലും റൂൾ ഔട്ട് ചെയ്യണം. കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ, റപ്ചർ, കോസ്മെറ്റിക് ഡിഫോമിറ്റിക്കാണ്. ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് സെബേഷ്യസ് സിസ്റ്റ്, ലൈപ്പോമ, ഇംപ്ലാന്റേഷൻ, ഡെർമോയിഡ്, എപ്പിഡെർമോയിഡ് സിസ്റ്റ് ഒക്കെ വരാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഡെർമോയിഡ് സിസ്റ്റം സെബേഷ്യസ് സിസ്റ്റം തമ്മിൽ വ്യത്യാസമാണ്. സെബേഷ്യസ് സിസ്റ്റിനകത്ത് പങ്ക്ടമാണ്, ഇവിടെ പങ്ക്ടമില്ല. അത് മാത്രമേ ഉള്ള കാര്യം. പിന്നെ ഇൻഡന്റേഷൻ, ബോഡി ഇൻഡന്റേഷൻ ഡെർമോയിഡിലുണ്ട്, സെബേഷ്യസിനകത്ത് ഇല്ല. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ നോർമലി സെബേഷ്യസിനകത്ത് സ്കിൻ വിൽ ബി ഫിക്സഡ് ആണ്. സ്കിന്നിനകത്തുള്ള ഇൻഫ്ലമേഷൻ അല്ലേ സെബേഷ്യസ് സിസ്റ്റ്. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ സെല്ലിംഗ് സെബേഷ്യസ് സിസ്റ്റ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എപ്പിഡെർമോയിഡ് ഒരു എപ്പിഡെർമൽ ഇൻക്ലൂഷൻ സിസ്റ്റം. അപ്പം നമുക്ക് ചിലപ്പം നമ്മുടെ ദാസിലൊക്കെ ഇറ്റ് ഈസ് കോൾഡ് എപ്പിഡെർമോയിഡ് സിസ്റ്റ്. അപ്പം ഇറ്റ് ഈസ് ബെറ്റർ ടു സേ സെബേഷ്യസ് സിസ്റ്റ് ഇൻ എപ്പിഡെർമോയിഡ് സിസ്റ്റ് ഓർ എപ്പിഡെർമൽ ഇൻക്ലൂഷൻ സിസ്റ്റ്. ഇതെല്ലാം ഒരേ ഒരു സാധനം, എപ്പിഡെർമോയിഡ് എപ്പിഡെർമൽ ഇൻക്ലൂഷൻ സിസ്റ്റ്.
ഇറ്റ്സ് എ റിട്ടൻഷൻ സിസ്റ്റം. ഇത് ആരെ റിട്ടൻഡ് ആവുന്ന ഒരു സെബം റിട്ടൻഡ് ആവുന്ന ഒരു സിസ്റ്റം ആണ്. സെബം ആൻഡ് കെരാട്ടിനസ് പൾട്ടേഷ്യസ് മെറ്റീരിയൽ റിട്ടൻഡ് ആവും ഡ്യൂ ടു ബ്ലോക്കേജ് ഓഫ് സെബേഷ്യസ് ഇത് പങ്ക്ടം. അതുകൊണ്ടാണ് പങ്ക്ടം നമുക്ക് കാണാൻ പറ്റും, ബ്ലാക്ക് ആയിട്ടിരിക്കും അല്ലേ, ടിപ്പിക്കലി ബ്ലാക്ക് ആയിട്ടിരിക്കുന്നുണ്ടോ. പങ്ക്ടം ഈസ് ബ്ലാക്ക് ഇയർ. ഇപ്പൊ സ്വെല്ലിങ്ങിന് അറ്റത്ത് ഒരു ബ്ലാക്ക് സാധനം ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് സെബേഷ്യസ് സിസ്റ്റ്. എറ്റിയോളജി ഒബ്സ്ട്രക്ഷൻ ഓഫ് സെബേഷ്യസ് ഗ്ലാൻഡ് ആണ് ട്രോമ, ഇൻഫെക്ഷൻ, കൺജനറ്റൽ എപ്പിഡെർമൽ ഇൻക്ലൂഷൻ വരാം. ഹെയർ ഫോളിക്കൽ ഒബ്സ്ട്രക്ഷൻ മോസ്റ്റ് കോമൺ ഈ സ്കാൽപ്പ്, ഫേസ്, നെക്ക്, ബാക്ക്, സ്ക്രോട്ടം. പാമിലും സോൾസിലും സെബേഷ്യസ് ഗ്ലാൻഡിൽ അതിൽ പാം ആൻഡ് സോൾസ് ആർ സ്പെയർഡ്. ഇപ്പോൾ ലൈപ്പോമ എല്ലായിടത്തും വരും. സെബേഷ്യസ് സ്പെയർഡ് ഇൻ പാംസ് ആൻഡ് സോൾ. കണ്ടന്റ് സെബം, കെരാറ്റിൻ, കൊളസ്ട്രോൾ ക്രിസ്റ്റൽസ് കൊണ്ട്, പിന്നെ വൈറ്റി പൊളിറ്റേഷ്യസ് മെറ്റീരിയൽ ആണ്. സെബേഷ്യസിന്റെ ക്ലിനിക്കൽ ഫീച്ചർ സ്ലോ ഗ്രോയിങ് സ്വെല്ലിംഗ് ആണ്, പെയിൻലെസ് ആണ്, കോസ്മെറ്റിക് പ്രോബ്ലം. റൗണ്ട് ഓർ ഓവൽ സ്വെല്ലിംഗ് ആണ്, ബ്ലാക്ക് പങ്ക്ടം വിസിബിൾ ആയിരിക്കാം, സോളിറ്ററി ആണ്, സ്കിൻ ഫിസ്റ്റ് സ്വെല്ലിംഗ് ആയിരിക്കും. ഇനി സോഫ്റ്റ് സിസ്റ്റി കൺസിസ്റ്റൻസി ആണ്, നോൺ ട്രാൻസ്ഫിലമെന്റ് ആണ്, ഫ്ലക്ച്വേഷൻ മേ ബി പ്രസന്റ്, ഫിക്സഡ് ടു സ്കിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പങ്ക്ടം ഈസ് പത്തോണോമിക്. ബാക്കി ഫ്രീലി മൊബൈൽ ആയിരിക്കും, സൂപ്പർഫിഷ്യൽ അല്ലേ. പിന്നെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, പങ്ക്ടം ഞെക്കി കഴിയുമ്പോഴത്തേക്ക് പങ്ക്ടത്തിൽ കൂടെ സെബം പുറത്ത് വരും. ബേസിസ് മെറ്റീരിയൽ ഭയങ്കര ഫോൾ സ്മെല്ലിംഗ് ആയിരിക്കും, ലിഫഡിനോപ്പതി ഒന്നുമില്ല അൺലെസ് ഇൻഫെക്റ്റഡ്. കോംപ്ലിക്കേഷൻസ് ഇൻഫെക്ഷൻ, ആഷിസ് ഫോർമേഷൻ, റപ്ചർ, സൈനസ് ഫോർമേഷൻ, കാൽസിഫിക്കേഷൻ, കോക്സ് പെക്യുലർ ട്യൂമർ എന്ന് പറയുന്നത് ഒരു ഇതാണ്. പിന്നെ സെബേഷ്യസ് ഫോൺ റയർ മാലൻ നോർമലി സ്കോമസ് സെൽ കാർസിനോമായിട്ട് മാറാൻ പറ്റും. ഇപ്പോൾ കോംപ്ലിക്കേഷൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ഓക്കെ, അപ്പം ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ പറഞ്ഞു ഓൾറെഡി. എന്താ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്, അൾട്രാസൗണ്ട് ഡെഫിനൻസി ഒക്കെ എടുക്കാം. DDs എന്തൊക്കെയാണ്? ഡെർമോയിഡ് സിസ്റ്റ്, ലൈപ്പോമ, ഇംപ്ലാന്റേഷൻ ഡെർമോയിഡ് പറയാം, ഗാംഗ്ലിയോൺ, എപ്പിഡെർമോയിഡ് സിസ്റ്റ്. ഓക്കെ, ഇപ്പം ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നോൺ ഇൻഫെക്റ്റഡ് സിസ്റ്റിന് നമുക്ക് കംപ്ലീറ്റ് എക്സിഷൻ വിത്ത് ഇൻഡയറക്റ്റ് ക്യാപ്സ്യൂൾ. അപ്പം ഇതേ കൂട്ടൊരു കൊച്ചൊരു ലീഷൻ ആയിട്ട് ഇപ്പോൾ ഇതേ കൂട്ടൊക്കെ ഒരു പേഷ്യന്റ് വരുവാണെങ്കിൽ നമുക്ക് ചോദിക്കാൻ നോൺ ഇൻഫെക്റ്റഡ് അല്ല, ജസ്റ്റ് എക്സൈസ് ഇറ്റ്. ബട്ട് പേഷ്യന്റ് ഭയങ്കര ഇൻഫ്ലമേഷൻ, സിവിയർ പെയിൻ ഒക്കെ ആണെങ്കിൽ ഗീവ് ആൻറ്റിബയോട്ടിക് ആൻഡ് ലെറ്റ് ദാറ്റ് ഇൻഫ്ലമേഷൻ സെറ്റിൽ, എന്നിട്ട് ഒരാഴ്ച നമുക്ക് സർജറി ചെയ്ത് എക്സസൈസ് കളയാം. ബട്ട് പേഷ്യന്റ് ഓൾറെഡി ഭയങ്കര ഇൻഫെക്റ്റഡ് ആണെങ്കിൽ ഇതിന് വേണ്ടി IND ഇൻസിഷൻ ഡ്രൈനേജ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ സെറ്റിൽ ആയതിനു ശേഷം എക്സസൈസ് ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ ലോജിക്കലായിട്ടുള്ള കാര്യം. Most common site of sebaceous cyst is scalp. Never occurs on palms and sole. Punctum is a pathognomic sign. Skin is fixed to the cyst. Cyst is mobile over the deeper structures. Contain yellow, white, pultaceous material order. Complications include box specular tuber sebaceous zone. Treatment is complete excision with the capsule. Incomplete excision ഉണ്ടെങ്കിൽ it can lead to recurrence. ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ കേസസ് സോഫ്റ്റ് സ്വെല്ലിങ്സ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ബാക്കി ആർക്കും നമുക്ക് നാളെ മറ്റന്നാളെ എടുക്കാം. ഓക്കെ, ഇത്രയും സ്വെല്ലിങ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ സെബേഷ്യസ് സിസ്റ്റ് പറഞ്ഞു, ഡെർമോയിഡ് പറഞ്ഞു, എന്തെങ്കിലും അൺമ്യൂട്ട് ചോദിക്കണേ. ഹെമാൻജിയോമ പറഞ്ഞു, സിസ്റ്റിക് ഹൈഗ്രോമ പറഞ്ഞു, ലിംഫാൻജിയോമ, ന്യൂറോഫൈബ്രോമ, ഷാനോമ, പിന്നെ ഫൈബ്രോമ, ലൈപ്പോമ. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും ഒന്നോ രണ്ടോ സാധനം എന്തായാലും ചോദിക്കും. ഇത് കൂടാണ്ട് ഇനി നമുക്ക് പഠിക്കേണ്ട സാധനങ്ങൾ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ തൈറോഗ്ലോസൽ സിസ്റ്റ് ചോദിക്കാം, പിന്നെ തൈറോഗ്ലോസൽ സിസ്റ്റും ഇതല്ലാണ്ടുള്ളതിനകത്ത് ഗാംഗ്ലിയോൺ സിസ്റ്റ്, നെക്ക് നോഡ്, ലിംഫഡിനോപ്പതി, അതൊക്കെ ഉള്ളൂ. ട്യൂബർക്കുലർ കോൾഡ് ആബ്സസ്, അങ്ങനെയുള്ള ഒരു 3-4 സെല്ലിങ്സാണ് അവിടെ വരുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂ സാർക്കോമ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അത്രേ ഉള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് ഉള്ള നമ്മളെല്ലാ സെല്ലിങ്സും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഡൗട്ട് ഉണ്ടോ?